الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ബഹുമാനമുള്ള വിശ്വാസികളെ വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ ദീൻ പഠിക്കാൻ ഈ ഒരു പള്ളിയിൽ ഒരുമിച്ച് ചേർന്നിട്ടുള്ളവരെ, രഹസ്യ പരസ്യ ജീവിതങ്ങളിൽ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്നും അള്ളാഹുവിനെ പേടിച്ച് തഖ്വയോടുകൂടി ജീവിക്കണേ എന്നും സ്വന്തത്തെ മറക്കാതെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് ദീനിന്റെ പേരിൽ വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ റമദാൻ ക്ലാസ്സിൽ 3 ദിവസമായി നമ്മൾ നമസ്കാരത്തിലെ അദ്കാറുകളും അതിന്റെ അർത്ഥങ്ങളുമാണ് പറഞ്ഞത്. ഇന്നലെ സലാം വീട്ടുന്നത് വരെയുള്ള ദിക്റുകളുടെ അർത്ഥം പറഞ്ഞു. ഇന്ന് ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് ചെയ്താൽ നമസ്കാരം അതിന്റെ ഒരു പ്രവർത്തനവശാണ് കാണിക്കുന്നത്. എങ്ങനെ ചെയ്യാം, എങ്ങനെ നിസ്കരിക്കാം എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. എങ്കിലും ഓർമ്മപ്പെടുത്താന്നുള്ള നിലക്കാണ്. ഇൻഷാ അല്ലാഹ് നാളെ ഫൈസൽ ഉസ്താദിന്റെ മൗലവി ഉസ്താദിന്റെ ക്ലാസ് ഉണ്ടാകും. സംശയ നിവാരണവുമായി ബന്ധപ്പെട്ട് ഉസ്താദും ഇൻഷാ അല്ലാഹ് അതില് വിശദമായ വിവരങ്ങൾ തരും. നമ്മളിങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകാൻ തോന്നും. നമസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ നല്ലൊരു നിയത്തോടു കൂടി ഇരിക്കുക. നമ്മൾ ദീൻ പഠിക്കുകയാണല്ലോ. നമ്മളൊക്കെ മദ്രസയിൽ പഠിച്ച കാര്യം തന്നെയാണ്. എന്നാലും അള്ളാഹുവിന്റെ ദീൻ ഇടക്കിടക്ക് ഓർമ്മപ്പെടുത്തണം, നമ്മൾ ഓർത്തെടുക്കണം. എന്നാലേ നമുക്ക് മറക്കാതെ നമ്മുടെ ദീന് കൊണ്ടെടുക്കാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് നമ്മൾ പറയും. അല്ലാഹു അക്ബർ എന്ന് പറയണം. അതാണ് ഒന്നാമത്തെ കാര്യം. എന്തുകൊണ്ട് പറയും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട്. റസൂൽ നമസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ എന്താ പറഞ്ഞിരുന്നത്? അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിരുന്നു എന്നുള്ളതുകൊണ്ട്. ആ അല്ലാഹു അക്ബർ എന്നുള്ളതിന്റെ സ്ഥാനത്ത് വേറെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഇപ്പൊ അല്ലാഹു അഅ്ളം, അല്ലാഹു അജ്ജൽ, അല്ലെങ്കിൽ അൽഹംദുലില്ലാഹ് ഒന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ തന്നെ പറയണം അല്ലാഹു അക്ബർ എന്ന് തന്നെ പറയണം. മറ്റെന്ത് പറഞ്ഞാലും അത് സാധു ആവുകയില്ല എന്ന് മനസ്സിലാക്കുക. അപ്പൊ അല്ലാഹു അക്ബർ പറഞ്ഞിട്ടാണ് നമ്മൾ നമസ്കാരത്തിലേക്ക് നിൽക്കുക. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ കാണാം. ആ ഹദീസാണ് നമ്മളുടെ തെളിവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതാണ് തഹ്രീമുഹാ തക്ബീർ. നമസ്കാരത്തിന്റെ തഹ്രീം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ, തക്ബീറത്തുൽ ഇഹ്റാം. അത് തക്ബീർ അല്ലാഹു അക്ബർ പറയുന്നതോടുകൂടി നമ്മൾക്ക് മുൻപ് അനുവദിക്കപ്പെട്ട പല കാര്യങ്ങളും നമസ്കാരത്തിൽ ഈ ഒരു പദം പറയുന്നതോടുകൂടി നമുക്ക് എന്താകും? അനുവദിക്കപ്പെടാതാകും എന്നുള്ളതാണ്. അപ്പൊ അത് നല്ലോ ശ്രദ്ധിക്കുക. പിന്നെ ഈ തക്ബീർ കഴിഞ്ഞാൽ, തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ നിസ്കാരം അവിടുന്ന് അങ്ങോട്ടാണ് ആരംഭിക്കുക. ഓരോ മസല ഇങ്ങനെ പറഞ്ഞു പോകണം, ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു പോകണം. ഒന്നതാണ് അല്ലാഹു അക്ബർ പറയണം. പറയുന്നത് വേറൊരു പദമാകാൻ പാടില്ല, അല്ലാഹു അക്ബർ എന്ന് തന്നെ പറയണം എന്നുള്ളതാണ്. ഇനി ഒരു മുസ്ലിം തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിക്കഴിഞ്ഞാൽ നമസ്കാരത്തിൽ പ്രവേശിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. പ്രവേശിച്ചു. നമസ്കാരം തക്ബീറത്തുൽ ഇഹ്റാം കിട്ടുന്നതുകൂടി നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു. കാരണം ഇഫ്താഹു സ്വലാത്തി അത്തുഹൂർ വ തഹ്രീമുഹാ തക്ബീർ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസാണ്. ഇനി അടുത്ത പഠിക്കാനുള്ള ഒരു ഭാഗം, നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പൂർണ്ണമായി പറയണം. അല്ലാഹ് എന്ന് പറഞ്ഞ് കെട്ടിയോണ്ട് കാര്യമില്ല, അക്ബർ എന്ന് പറഞ്ഞത് കെട്ടിയോണ്ട് കാര്യമില്ല. നമ്മൾ എന്ത് പറയണം? അല്ലാഹു അക്ബർ എന്ന് തന്നെ പറയണം, പൂർണ്ണമായി പറയണം. പിന്നെ അത് പൂർണ്ണമായി പറയേണ്ടത് നിന്നുകൊണ്ട് പറയണം. ഫർദ് നിസ്കാരത്തിന് നിർബന്ധമാണ് എന്ത്? നിൽക്കൽ നിർബന്ധമാണ്. നിന്ന് തന്നെ പറയണം.
നിസ്കാരത്തിലേക്ക് നിന്ന് തന്നെ പറയണം, നിന്നുകൊണ്ട് പറയണം. ഇരുന്നുകൊണ്ട് തക്ബീർ ചൊല്ലി ഇങ്ങോട്ടാണ് നിന്ന് നിസ്കരിച്ചു. നമ്മൾ ഇവിടെ ഇരിക്കുകയാണ്, എന്നിട്ട് എന്ത് ചെയ്തു? അല്ലാഹു അക്ബർ എന്നാണ് പറഞ്ഞു, എന്നിട്ട് നിന്നു. എന്നിട്ട് നമ്മൾ കൈയ്യട്ടി നിസ്കരിച്ചു. പോരാ, എങ്ങനെ തന്നെ പറയണം, നിന്നുകൊണ്ട് തക്ബീർ ചൊല്ലുക. ഫർള് നിസ്കാരത്തിലാണ് പറഞ്ഞത് കേട്ടോ. അതേപോലെ തന്നെ ഇനി അങ്ങനെ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അവന്റെ നിസ്കാരം ശരിയാവുകയില്ല. നമ്മൾ നിന്നുകൊണ്ട് തന്നെയാണ് തക്ബീറത്തുൽ ഇഹ്റാം പറയേണ്ടത്. അത് കഴിവുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം നിൽക്കൽ വാജിബാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. സുന്നത്ത് നിസ്കാരത്തിൽ ഇരുന്ന് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയാലും ശരിയാവുന്നതാണ്. ഫർള് നിസ്കാരത്തിൽ നിർബന്ധമായി നിന്നുകൊണ്ട് തന്നെ ആയിരിക്കണം പറയേണ്ടത് എന്നാണ്. ഇനി അടുത്തത്, ഇമാമാണെങ്കിൽ തക്ബീറത്തുൽ ഇഹ്റാം ഉറക്കെ പറയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇമാമ് തക്ബീറത്തുൽ എന്തിനാന്ന് വെച്ചാൽ റസൂലുള്ളാഹി അങ്ങനെയാണ് ചെയ്തിരുന്നത്. മാത്രമല്ല ബേക്കിലുള്ള ആൾക്ക് കേൾക്കണമല്ലോ നിസ്കാരം തുടങ്ങി, അതിനു വേണ്ടി. മാത്രമല്ല ഇമാമ ഏത് തക്ബീർ ചൊല്ലും, നിസ്കാരത്തിലെ ഏത് തക്ബീർ ചൊല്ലുമ്പോൾ ഇമാം ഉറക്കെയാണ് ചൊല്ലേണ്ടത്. സമീ അല്ലാഹു ലിമൻ ഹമിദയും ഉറക്കെയാണ് ഇമാമ് ചൊല്ലേണ്ടത്. ഇമാമിനെ പറ്റിയാണ് അതുള്ളത്. അത് പണ്ഡിതന്മാർക്കിടയിൽ ഏകോപിച്ച അഭിപ്രായമുള്ള വിഷയമാണ്. മഅ്മൂമിനെ സംബന്ധിച്ചിടത്തോളം, ഇമാമിന് പിറകിൽ നിസ്കരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം തക്ബീർ എങ്ങനെ പറയേണ്ടത്? ഉറക്കെ പറയണോ മെല്ലെ പറയണോ? മഅ്മൂമ് ചെയ്യേണ്ടത് മുസ്തഹബായത് മഅ്മൂമിന് സുന്നത്ത് മെല്ലെ പറയണം. എന്നാൽ മഅ്മൂം ഉറക്കെ, ചില നമ്മുടെ നാട്ടിലൊക്കെ പലരും ചിലപ്പോഴൊക്കെ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോ എല്ലാരും ഉറക്കെ എന്ത് പറയും? അല്ലാഹു അക്ബർ എന്നാണ് പറയും. മഅ്മൂമാണെങ്കിൽ മഅ്മൂം എന്താ ചെയ്യേണ്ടത്? മെല്ലെയാണ് തക്ബീറത്തുൽ ഇഹ്റാമും ബാക്കിയുള്ള തക്ബീറുകളൊക്കെ ചൊല്ലേണ്ടത്. കാരണം അതങ്ങനെ തന്നെയാണ്. ഖിറാഅത്തും അങ്ങനെ തന്നെ. ദിക്റൊക്കെ മഅ്മൂം മെല്ലെയല്ലേ ചൊല്ലല്. നമ്മള് ചില ആളുകൾ നിസ്കരിക്കുമ്പോൾ കാണാം ഇമാമിന്റെ പിറകില് ഇമാമിനേക്കാൾ ശബ്ദത്തിൽ ചില ആളുകൾക്ക് ഖിറാഅത്ത് ഉണ്ടാവും. അത് പാടില്ല, അത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ അതും പണ്ഡിതന്മാർക്ക് ഇടയിൽ ഏകോപിച്ച അഭിപ്രായമുള്ള വിഷയമാണ്. മഅ്മൂം എന്ത് ചെയ്യാ? മഅ്മൂമിന് മെല്ലെ തക്ബീർ ചൊല്ലലാണ് മുസ്തഹബായിട്ടുള്ളത് എന്നാണ്. ഇനി ഒറ്റക്ക് സ്കരിക്കുന്ന ആള്, ഒറ്റക്ക് സ്കരിക്കുമ്പോ നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം ഉറക്കെ ചൊല്ലണോ മെല്ലെ ചൊല്ലണോ? ഒറ്റക്ക് സ്കരിക്കും, ഇമാമല്ല ഒറ്റക്ക് സ്കരിക്കുമ്പോ നമ്മൾ എടുത്തുക്കുന്ന ആൾക്ക് വലിയ ഉപദ്രവമൊന്നും ഉണ്ടാക്കാതെ, എടുത്തു വേറെ ആൾ ഖുർആൻ ഓതണം അല്ലെങ്കിൽ അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഉറക്കെയും ചൊല്ലാം മെല്ലെയും ചൊല്ലാം. ഉറക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര ഉറക്കല്ല, നമ്മൾ കേൾക്കുന്ന രൂപത്തിൽ അല്ലാഹു അക്ബർ പറയാമെന്നുള്ളതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മളെല്ലാവരും അള്ളാഹുവിനോട് സംസാരിക്കുകയാണ് നമസ്കാരത്തിൽ ചെയ്യുക. അപ്പൊ നമ്മുടെ അടുത്തിരിക്കുന്ന ആൾക്ക് എന്ത് ചെയ്യരുത്? നമ്മൾ എടുത്ത് സ്കരിക്കുന്ന ആള് നമ്മളിവിടെ സ്കരിക്കും, നമ്മൾ സംസ്കരിക്കുകയാണ്, ഇയാൾ സംസ്കരിക്കുകയാണ്. നമ്മുടെ സ്കാരം കൊണ്ട് ഈ സംസ്കരിക്കുന്ന ആൾക്ക് എന്തുണ്ടാവരുത്? പ്രയാസം ഉണ്ടാവരുത് എന്നുള്ളതാണ്. അതാണ് അതിൽ സൂചിപ്പിക്കാനുള്ളത്. പിന്നെ ഇമാമാകട്ടെ മഅ്മൂമാകട്ടെ ഒറ്റക്ക് സ്കരിക്കുന്ന ആളാകട്ടെ തക്ബീർ മനസ്സിൽ ആലോചിച്ചാൽ പോരാ. തക്ബീർ എന്നല്ല, ഖിറാഅത്ത് പ്രാർത്ഥന ഒന്നും ഞാനത് മനസ്സിൽ ഓതിക്കണം, ഞാൻ മനസ്സിൽ പറഞ്ഞിരിക്കണം. നിങ്ങൾ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു, ഞാൻ മനസ്സിൽ പറഞ്ഞാൽ പോരാ. നാവുകൊണ്ട് എന്ത് ചെയ്യണം? അല്ലാഹു അക്ബർ എന്ന് നാവുകൊണ്ട് ഉച്ചരിക്കണം. അതെല്ലാവരും അത് ചെയ്യേണ്ടതാണ്. ഉച്ചരിക്കണം. അത് നമുക്ക് അങ്ങനെ ഒരു അബദ്ധം മനസ്സിലുണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടി പറഞ്ഞതാണ്. അങ്ങനെ എന്തെങ്കിലും നമ്മുടെ മനസ്സിൽ മനസ്സുകൊണ്ട് ചൊല്ലിയാൽ മതിയല്ലോ എന്നുണ്ടെങ്കിൽ അത് മാറ്റാനാണ് ഇത് പറഞ്ഞത്. എന്താണ്? നാവുകൊണ്ട് ഉച്ചരിക്കണം, പറയണം എന്നുള്ളത്. അത് ഖിറാഅത്തും അങ്ങനെ തന്നെയാണ്. അതേപോലെ തന്നെ ദിക്റുകളും അങ്ങനെ തന്നെയാണ്. എന്ത് ചെയ്യണം? ചൊല്ലണം. എന്റെ മനസ്സിൽ സുബ്ഹാനല്ലാഹ് എന്നുണ്ടായിരുന്നു, ഞാൻ സുബ്ഹാന റബ്ബിയൽ അഅല മനസ്സിൽ ചൊല്ലിക്കണം, മനസ്സിൽ ചൊല്ലലില്ല, അതുകൊണ്ട് തന്നെ ചൊല്ലാം. അടുത്തത്, പിന്നെ അടുത്തൊരു മസല പറയാനുള്ളത്, അറബിയിലായിരിക്കണം ഓതേണ്ടത്. ഖുർആൻ ഓതുമ്പോ വേറെ ഭാഷയിൽ ഓതിയിട്ട് കാര്യമില്ല, അറബി തന്നെ ആയിരിക്കണം ഓതേണ്ടത്. അതുപോലെ തന്നെ പ്രാർത്ഥനകളൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മൾ ഇന്നലെ അത് സൂചിപ്പിച്ചിരുന്നു. അറബി അല്ലാതെ ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ നമസ്കാരം ശരിയാവുകയില്ല എന്നുള്ളതാണ്. പിന്നെ അടുത്തത്, നമ്മൾ കൈ ഉയർത്തുന്നു. അപ്പം ഇതാണ് അല്ലാഹു അക്ബറുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതാണ് ഒന്നാമത്തെ ഭാഗം. ഇത്രയും കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുക. കൂടുതൽ ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് വിശദീകരിക്കാം. അല്ലാഹു അക്ബറുമായി ബന്ധപ്പെട്ട് ഏകദേശം പറയേണ്ട കാര്യങ്ങളാണ്. അടുത്തത് കൈ ഉയർത്തും. നമ്മൾ അല്ലാഹു അക്ബർ പറയുമ്പോൾ കൈ ഉയർത്തുമല്ലോ, അതെങ്ങനെയാന്നുള്ളതാണ്. അത് എല്ലാ നിസ്കരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം, ഇമാമാകട്ടെ മഅ്മൂമാകട്ടെ ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളാകട്ടെ, അവരൊക്കെ എന്ത് ചെയ്യണം? തക്ബീറത്തുൽ ഇഹ്റാം പറയുമ്പോൾ എന്ത് ചെയ്യണം? കൈ ഉയർത്തണം. കൈ ഉയർത്തുമ്പോ പിന്നെ ഹദീസുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹിയെ കണ്ടു, റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖാമ ലിസ്സലാത്തി റഫഅ യദൈഹി, റസൂൽ കൈ ഉയർത്താറുണ്ടായിരുന്നു. അതെങ്ങനെ? ഹത്താ തകൂന ഹദ്വ മൻകിബൈഹി. ചില ഹദീസിൽ ഇങ്ങനെയാണുള്ളത്, റസൂലുള്ളാഹി തോളിനൊപ്പം, തോളിന് നേരെ എന്ന് പറഞ്ഞാൽ തോളിനൊപ്പം റസൂൽ കൈ ഉയർത്തിയിരുന്നു, തോളിനൊപ്പം കൈ ഉയർത്തിയിരുന്നു.
അങ്ങനെ കൈ ഉയർത്തിയിട്ടാണ് റസൂൽ എന്ത് ചെയ്ത് തക്ബീർ ചൊല്ലാറുണ്ടായിരുന്നത്. ഇങ്ങനെ കൈ ഉയർത്തിയിട്ട് അല്ലാഹു അക്ബർ പറയാറുണ്ടായിരുന്നു എന്നാണ് കാണുന്നത്. അതേപോലെ തന്നെ അത് ഇനി വേണമെങ്കിൽ നമുക്ക് ചില ഹദീസിൽ കാണുന്നത് പോലെ ഈ ഒരു ചെവിന്റെ ഉച്ച വരെ നമുക്ക് എന്ത് ചെയ്യാം, ഉയർത്താം. അത്ര ഉയർത്താം, അല്ലെങ്കിൽ ഈ തോള് വരെ, അല്ലെങ്കിൽ ഇതുവരെ ഉയർത്താം എന്നുള്ളതാണ്. അത് ഇനിയിപ്പോ എങ്ങനെയാണ് ഇത് ഉയർത്തേണ്ടത്, കൈ ഇങ്ങനെ ഉയർത്തണോ, കൈ ഇങ്ങനെ കൂട്ടിപ്പിടിക്കണോ, അങ്ങനെ നമ്മൾ അതിൽ പ്രത്യേകമായ ഹദീസുകളില്ല. നമ്മൾ കൈ ഉയർത്തുക എന്നുള്ളതാണ് അവിടെ ഉള്ളത്. കൈ ഉയർച്ച അത് ചില ആളുകൾ ഇത് ഇങ്ങനെ കിബിലക്കന്നെ ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ അങ്ങനെ കാണിച്ചു വെക്കലുണ്ട്. അങ്ങനെ ഒരു കാട്ടിക്കൂട്ടൽ ഉണ്ടാവേണ്ട ആവശ്യമൊന്നുമില്ല. നിസ്കാരം നിൽക്കുമ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ കൈ ഉയർത്തി കിട്ടുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചത് എന്ന് ഓർമ്മപ്പെടുത്താണ്. പിന്നെ നമ്മൾ തക്ബീറിനൊപ്പമായിരിക്കണം കൈ ഉയർത്തേണ്ടത്. തക്ബീറിനൊപ്പമായിരിക്കണം പരമാവധി നമ്മൾ കൈ ഉയർത്തേണ്ടത്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, കൈ കെട്ടാം. പിന്നെ ഞാൻ അങ്ങനെ കെട്ടി മറ്റേ രൂപത്തിൽ അല്ലാഹു അക്ബർ പറഞ്ഞിട്ട് പിന്നെ കെട്ടി, പിന്നെ കെട്ടി കഴിഞ്ഞിട്ട് അല്ലാഹു അക്ബർ പറഞ്ഞു. ആ രൂപക്ക് ഏറ്റവും നല്ല രൂപം നമ്മൾ കെട്ടുമ്പോ തന്നെ എന്ത് ചെയ്യാണ്, അല്ലാഹു അക്ബർ പറയുമ്പോ തന്നെ കെട്ടലാണ്, അല്ലെങ്കിൽ കൈ ഉയർത്തലാണ്. കെട്ടലല്ല, കൈ ഉയർത്തലാണ് ഏറ്റവും നല്ലതെന്നാണ് സൂചിപ്പിച്ചത്. ഇനി അടുത്തത്, ഒരാളത് മറന്നു, കൈ ഉയർത്താൻ മറന്നുപോയി. അല്ലാഹു അക്ബർ പറഞ്ഞു, പക്ഷെ കൈ ഉയർത്താൻ മറന്നുപോയി. നേരാണ് കെട്ടി, അല്ലാഹു അക്ബർ പറഞ്ഞു, പക്ഷെ കൈ ഉയർത്താൻ മറന്നുപോയി. അപ്പൊ എന്താ ചെയ്യാ? ഇനി അത് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അത് സുന്നത്താണ്. കൈ ഉയർത്തൽ സുന്നത്താണ്. ഇനി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. മറന്നാലട്ടോ പറഞ്ഞത്. റസൂൽ എങ്ങനെ നിസ്കരിച്ചിരുന്നത്? കൈ ഉയർത്തിനാണ്. അങ്ങനെ മറന്നു പോയിക്കൊണ്ട് നിസ്കാരം ബാത്തിലായി എന്ന് പേടിച്ച് എന്ത് ചെയ്യണ്ട, പിന്നെ അതിക്കുന്ന അങ്ങനെ കെട്ടേണ്ട ആവശ്യമില്ല. ഇവിടെ ഞാൻ കൈ ഉയർത്താൻ മറന്നുപോയി എന്നുള്ള ഈ ഫീല് പറയണം. ചൊല്ലല് അല്ലാഹു അക്ബർ പറയണം. അല്ലാഹു അക്ബർ പറഞ്ഞു, പക്ഷെ അല്ലാഹു അക്ബർ എന്ന് പറയല് റുക്കിനാണ്, പക്ഷെ ഈ പ്രവൃത്തിയാണ് ഞാൻ പറഞ്ഞത്, കൈ ഉയർത്തുക എന്നുള്ള പ്രവൃത്തി കേട്ടോ. ഞാൻ എല്ലാവർക്കും മനസ്സിലാവുന്ന രൂപത്തിൽ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു പോവാണ്. ഇനി അടുത്തത്, കൈ ഇങ്ങനെ ഉയർത്തുമ്പോ നീട്ടി വെക്കുക. ഇങ്ങനെയല്ല, ഇങ്ങനെയൊന്നല്ല, എങ്ങനെ വെക്കുക, മംദൂദായിരിക്കണം. കാരണം എന്തുണ്ട്, ഹദീസുണ്ടോ, ഹദീസുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഫഅ യദൈഹി മത്തൻ, റസൂൽ നീട്ടി വെക്കാനുണ്ടായിരുന്നു. ഹദീസ് വെച്ചിട്ടാണ് അത് നമ്മൾ പറയുന്നത്. ഇനി എങ്ങനെയാണ് നമ്മൾ സാധാ കൈ ഉയർത്തുക, അങ്ങനെ നിർത്തുക. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. നമ്മൾ കിബിലക്കന്നെ ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പണിപ്പെട്ടൊരു കാട്ടിക്കൂട്ടൽ എന്നുള്ളത് ഉണ്ടാവരുത്. അതേപോലെ തന്നെ ഇങ്ങനെ കൂട്ടിപ്പിടിക്കണം, അങ്ങനെ ആക്കണം, അതൊന്നും നമ്മള് പ്രധാനമായിട്ട് ശ്രദ്ധിക്കണത് കൈ ഉയർത്തുക എന്നുള്ളതാണ്. അവിടെ കൈ ഉയർത്തുക, അവിടെ വേറെ നമ്മളുടെ വക എന്തെങ്കിലും, പക്ഷെ നിസ്കാരം ശരിയായിട്ടുണ്ടാവും. ചില ആൾക്ക് തെക്കുവരത്തിലാണ് കെട്ടിയ ശരിയാവില്ലല്ലോ, എത്ര കെട്ടിയാലും ശരിയായില്ല, ഇങ്ങനെയാണ് ആക്കേണ്ടത്, ഇങ്ങനെ ആക്കണം. അതിന്റെ വസ്വാസുകളൊക്കെ ഒഴിവാക്കിയിട്ട് അവിടെ കൈ ഉയർത്തുക, കെട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതാണ് എല്ലാവരും ഓർമ്മപ്പെടുത്താറുള്ളത്. പിന്നെ ഇനി ഒരാൾക്ക് കൈ ഉയർത്താൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ഒരു കൈ ഉയർത്താൻ പറ്റണില്ല, രണ്ട് കൈ, ഒരു കൈയിന് പ്രശ്നമുണ്ട്, ഒരു കൈ ഉയർത്താൻ പറ്റണം, അല്ലെങ്കിൽ രണ്ട് കൈ ഉയർത്താൻ പറ്റണം, തോള് വരെ ഉയർത്താൻ പറ്റണില്ല, കാരണം ആരോഗ്യമായിട്ട് ചെറിയ പ്രശ്നമുണ്ട്, ഉയർച്ച എന്താകും, അവിടെയുള്ള ബാൻഡേജ് അളകും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണ്. കഴിയണത്ര ഉയർത്തിയിട്ട് കെട്ടിയാൽ മതി. അതാണ് അതിലുള്ളത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞത് ഫത്തഖുല്ലാഹ മസ്തതഅതും. നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഖുദ്റത്ത് അനുസരിച്ച് നമ്മളോട് ചോദിക്കോളും. അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കാൻ, നിങ്ങൾക്ക് സാധിക്കുന്ന പ്രകാരം നമ്മൾ സൂക്ഷിക്കണം. അതാണ് അതിലുള്ള. അപ്പൊ രണ്ട് കാര്യം പറഞ്ഞു. ഒന്ന് അല്ലാഹു അക്ബർ എന്ന പറച്ചിലും പറഞ്ഞു, അത് നിർബന്ധമായിട്ട് നമ്മൾ പറഞ്ഞിരിക്കണം, വേറെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. പിന്നെ കൈ ഉയർത്തുന്നു. ഈ മൂന്നാമത്തെ വിഷയം, നിസ്കാരത്തിൽ മൂന്നാമത്തെ വിഷയം, നമ്മളുടെ തല ഇഹ്റാം കെട്ടുമ്പോ, നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുമ്പോ എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം, നേരെ വെക്കുക എന്നുള്ളതാണ്. ഞങ്ങോട്ട് നോക്കുക, നിസ്കാരത്തിൽ അങ്ങോട്ട് നോക്കുക എന്നുള്ളതല്ല വിഷയം. തല എങ്ങനെ വെക്കുക, പല ഉയർത്തല് റസൂലുള്ളാഹി സുന്നത്തല്ല. എന്തായാലും അങ്ങനെ ആരും ഉയർത്തൽ കാണില്ല. എപ്പോഴും തല താഴ്ത്തി ഇങ്ങനെ വെക്കലോ, ഒരു നല്ല രൂപത്തിൽ തല എങ്ങനെയാണോ മുഅ്തദിലായിട്ട് അവസ്ഥയിലുള്ളത്, ആ അവസ്ഥയിൽ എന്ത് ചെയ്യാ, എന്താണോ അതിന്റെ ഒരു നേരെ ചൊവ്വുള്ള അവസ്ഥ, അതാണ് നമ്മൾ ആ തലയുടെ ഭാഗത്ത് ശ്രദ്ധിക്കാനുള്ളത്. കാരണം നമ്മള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇതാണ് നിസ്കാരം. അതുകൊണ്ടാണ് ഇങ്ങനെ വിശദമായിട്ട് പറയണത്. അപ്പൊ അതാണ് അതിലുള്ളത്. ഇനി എങ്ങനെ നിക്കണം, നിക്കലെങ്ങനെയാ, നിൽക്കുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പിന്നെ ഇവിടെ ഒന്നൂടെ നിൽക്കുമ്പോ ശ്രദ്ധിക്കേണ്ടത്, ഈ കാല് കൂട്ടി വെക്കലില്ല. കാരണം നമ്മൾ പൊതുവെ നൃത്തം എന്ന് പറഞ്ഞാൽ ഇതാണോ നൃത്തം? അല്ലല്ലോ. നമ്മൾ ഇങ്ങനെ വെക്കലാണ് പൊതുവെ നൃത്തം. അതേപോലെ തന്നെ ഒരു ഓവറായിക്കൊണ്ടുള്ള ഇങ്ങനെ ഒരു അകറ്റി വെക്കലും ഇല്ല. അങ്ങനെ ചില ആളുകൾ കാണുന്നുണ്ട്, ഭയങ്കരമായ ഒരു അകറ്റി വെക്കല്, അതില്ല. നമ്മൾ എങ്ങനെയാണോ സാധാരണ ഒരു നൃത്തം എന്ന് പറയാൻ പറ്റുന്ന നൃത്തല്ലേ, അത് നമ്മൾ നിൽക്കുക, അതാണ് അതിലുള്ളത് കേട്ടോ. ഇങ്ങനെ കൂട്ടി വെക്കലില്ല,
ഭയങ്കരമായ ഒരു അതില്ല. കാരണം നമ്മൾ പൊതുവെ എങ്ങനെ നിൽക്കല് സാധാ, ഇതാണ് നൃത്തം. റസൂൽ നിൽക്കാനാ പറയുന്നത്, നിൽക്കുക, അതാണ് മുമ്പിൽ നിൽക്കുക. അതാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. അതാണ് ഖിയാമുമായി ബന്ധപ്പെട്ടുള്ളത്. പിന്നെ അതില് ശ്രദ്ധിക്കേണ്ടത് റസൂലുള്ളാഹി, അത് നമ്മൾ ഫർദിന് നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫർദ് നിസ്കാരത്തിൽ നിൽക്കല് നിർബന്ധമാണ്, ഓർമ്മപ്പെടുത്താണ്, ഇല്ലെങ്കിൽ നിസ്കാരം ശരിയാവില്ല. പിന്നെ കുറച്ച് ആണ് നീട്ടിവെക്കലുള്ളൂ. നമ്മളിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അതിൽ പറയാനുള്ളൂ. പിന്നെ നൃത്തം, ചില ആളുകൾ ഇങ്ങനെ കാലിങ്ങനെ മുമ്പ് വെച്ച് അങ്ങനെ നിൽക്കലില്ല, പിറകിൽ വെച്ച് നിൽക്കലില്ല. അങ്ങനെ ഒരു നൃത്തമായിരിക്കണം എന്നുള്ളതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മുമ്പിലേക്ക് കാല് വെച്ച് ബാക്കിലേക്ക് കാല് മാറ്റി, അതില്ല. അത് ശ്രദ്ധിക്കുക. അപ്പൊ അതാണ് നൃത്തവുമായി ബന്ധപ്പെട്ടത്. ഇനി പിന്നെ കൈ വെക്കലാണ്. കൈ വെക്കലാണ് നമ്മള് പൊതുവെ നെഞ്ചത്ത് വെക്കണം. ഹദീസ് ഉള്ളത് കൊണ്ട്, വാലിബ് ഹദീസ് വെച്ചിട്ടാണ് അത് പറയാറുള്ളത്. മറ്റഭിപ്രായങ്ങളും ഉണ്ട് ആ വിഷയത്തിൽ. ഏറ്റവും സ്വഹീഹ അഭിപ്രായത്തിൽ ഹദീസുകൾ, പല ഹദീസുകൾ അതിലുണ്ട്. ഷെയ്ഖ് സുലൈമാൻ ഹഫിളഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഒരു ക്ലാസ് കാണാം ആ വിഷയത്തിൽ. ഈ പല ഹദീസുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ടെന്ന് കാണാം. അധികവും ദഈഫാണ്. ഇവിടെ കാണുന്ന, ഇവിടെ പൊക്കലിന്റെ അവിടെ കൈ വെട്ടുന്നവരുണ്ട്, അതേപോലെ തന്നെ ഇവിടെ കൈ വെട്ടുന്നവരുണ്ട്, ഇവിടെ കൈ വെട്ടുന്നവരുണ്ട്. ഇതെന്തായാലും ഇല്ല, അത് സൂക്ഷിക്കുക. ഇതെന്തായാലും വന്നിട്ടില്ല. നല്ല സൂക്ഷിക്കേണ്ടതാണ്. അത് തത്വന്റെ അടയാളം എന്നല്ല, അത് പറ്റിക്കപ്പെടലാണ്. അങ്ങനെ അത് സൂക്ഷിക്കും. നെഞ്ചിന്റെ അടുത്ത് ചില ആളുകൾ ഈ ഇടത്തെ സൈഡ് കാക്കി വെക്കലുണ്ട്, അതുമില്ല. നെഞ്ചിനടുത്ത് വെക്കാം എന്നുള്ളതാണ്. അതാണ് ഹദീസുകൾ ഏറ്റവും ശരിയായി മനസ്സിലാവുന്നത്. പിന്നെ അല്ലെങ്കിൽ അത് എല്ലാ ഹദീസിനും അതിന്റേതായ ന്യൂനതകൾ പണ്ഡിതന്മാർ പറയുമെങ്കിലും, ന്യൂനത പൊതുവെ കുറഞ്ഞൊരു ഹദീസ് വാലിബ് നജറിന്റെ ഈ ഇജത്തൊക്കുന്ന ഹദീസിനുണ്ട് എന്നുള്ളതാണ് നമ്മളത് ചെയ്യണം. ഇനി ഒരാൾ ഇങ്ങനെ കെട്ടി എന്നുള്ളതുകൊണ്ട് അയാൾ നിസ്കാരം ശരിയല്ല എന്നുള്ളതോ, അല്ലെങ്കിൽ അയാള് ഇങ്ങനെ കൈ താഴ്ചയിട്ടില്ല എന്തായാലും ഇല്ല, നിൽക്കുമ്പോ കൈ താഴ്ചയിട്ടില്ല എന്തായാലും ഇല്ല. ഇങ്ങനെ ഒരാൾ കെട്ടി എന്നുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്, വെറുതെ തർക്കിച്ച് ആ നിസ്കാരമൊക്കെ പോയിക്കണ് അങ്ങനെയൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പോണ്ട, പറയാൻ പോണ്ട. നമ്മൾക്ക് ഇതിനൊരു മുഅ്തമദായ ഹദീസ് തെളിവുണ്ട്. ആ ഹദീസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അമല് ചെയ്യുന്നത്. അവർക്ക് അതിനുള്ള ഹദീസുകൾ ഉണ്ടാവാം. അല്ലാഹു തആല അലം. അപ്പൊ അതൊരു നമ്മൾ തല്ലൂടാനുള്ള വിഷയമൊന്നല്ല എന്ന് പറയാം, തർക്കിക്കേണ്ട വിഷയമൊന്നല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് കാണിച്ചത് പോലെ നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിൽ കൈ എങ്ങനെ വെക്കണം, എവിടെ വെക്കണം എന്നുള്ളതാണ്. കൈ ഇപ്പൊ 3 രൂപത്തിലാണ് കാണുന്നത്. ഒന്ന്, നമ്മൾക്ക് നമ്മളുടെ ഈ കൈപ്പടം ഇതിന്റെ മുകളിൽ ഇങ്ങനെ കയറ്റി വെക്കാം. ഇടതിന് മുകളിൽ വലതാണ് വെക്കുന്നത്, അറിയാലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് വ്യക്തമാണ് ആ വിഷയത്തിൽ. ഇതിലെ എവിടെ വെക്കണം എന്നുള്ളിടത്തെ ഹദീസുകൾ ക്ലിയർ അല്ലാത്തുള്ളൂ. എന്നാൽ കൈയുടെ വിഷയത്തിൽ ക്ലിയർ ആണ്. ഇടതിന് മുകളിൽ എന്ത് വെക്കണം, വലത് വെക്കണം. അത് ഇങ്ങനെ വെക്കാം. അതായത് നേരെ ഈ ഭാഗത്തിന് നേരെ ചേർന്ന് വെക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇതിമ പിടിക്കാം. മുട്ടുമ പിടിക്കലില്ല, മുട്ടുമ പിടിക്കല് ഇല്ല. അത് ചില ആളുകൾ അങ്ങനെ ആരെയും ചെയ്യുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചു. മുട്ടുമ പിടിക്കലില്ല. ഇവിടെ പിടിക്കൽ ഇങ്ങനെ നമ്മൾ നിസ്കരിക്കാറുണ്ട്. അതിപ്പോ ഇനി വേണമെങ്കിൽ ഇവിടെ പിടിച്ചു നിൽക്കാൻ, ഇനിയിപ്പോ കഫ് പിടിക്കുന്നവരുണ്ട്, അതും കുഴപ്പമില്ല. കഫിന് നേരെ വെക്കുന്നവരുണ്ട്, ഇത് പിടിക്കുന്നവരുണ്ട്, ഇതൊന്നും കുഴപ്പമില്ല. പക്ഷെ ഈ മുട്ടുമ പിടുത്തം അതില്ല എന്ന് ഓർമ്മപ്പെടുത്ത. അപ്പൊ അതാണ് അതുമായി ബന്ധപ്പെട്ടത്. ഇടതിനു മുകളിൽ നമ്മൾ ഏതാ വെക്കേണ്ടത്, വലത് കൈയാണ് വെക്കേണ്ടത് എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ശരിയായ നിസ്കാരം പഠിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിൽക്കുമ്പോ ഒരിക്കലും കൈ താഴ്ത്തിയിട്ടില്ല. അതായത് കൈ കെട്ടിയിട്ടാണ് റസൂൽ നിന്നിരുന്നതെന്ന് അർത്ഥം. നമ്മള് ഫാത്തിഹയും ഖിറാഅത്തും ഓതുന്ന സമയത്തുള്ളതാണ് ഈ പറയണത്. പിന്നെ ഇതിൽ നമുക്ക് ഏത് തെരഞ്ഞെടുക്കാം, അതായത് ഇങ്ങനെ നിസ്കരിക്കാം, ഇതിലേത് നമുക്ക് പിടിക്കാവുന്നതാണ് എന്നുള്ളതാണ്. പിന്നെ അടുത്തത് ഉള്ളത് എങ്ങോട്ട് നോക്കണം എന്നുള്ളതാണ്. നിസ്കരിക്കുമ്പോ എങ്ങോട്ടാണ് നോക്കുക. ഇപ്പൊ 3 കാര്യങ്ങൾ. 4ാമത്തെ കാര്യം അതാണ്, എങ്ങോട്ട് നോക്കുക. എങ്ങോട്ടാ നോക്കുക? നമ്മൾ പറയുന്നത് സുജൂദിന്റെ സ്ഥലത്തേക്ക് നോക്കലാണ്. കാരണം ഇപ്പൊ ഏത് ഹാലിലും നിസ്കാരത്തിൽ സുജൂദിന്റെയിലേക്ക് നോക്കലാണ് ഏറ്റവും നല്ലത്. കാരണം അതാണ് കുറച്ചും കൂടി നമ്മൾക്ക് ഖുശൂ കിട്ടുക. അതാണ് അധികം പണ്ഡിതന്മാർ പറഞ്ഞു, കുറച്ചുകൂടി ഒരു ഭയഭക്തി നിസ്കാരത്തിൽ കിട്ടണമെങ്കിൽ നമ്മൾ എങ്ങോട്ടാ നോക്കുക, സുജൂദിന്റെ സ്ഥലത്തേക്കാണ് നോക്കേണ്ടത്. അപ്പൊ അങ്ങോട്ട് നോക്കിക്കലോ ഇങ്ങോട്ട് നോക്കി. ഇനിയിപ്പോ ഒരാൾ ഖിബലക്ക് നോക്കിയാൽ നിസ്കാരം ബാത്തിലാവെന്നല്ല പറഞ്ഞത്, അല്ലെങ്കിൽ ഇമാമയെ നോക്കിയാൽ നിസ്കാരം ബാത്തിലാവില്ല. പക്ഷെ ഏറ്റവും നല്ല രൂപം എന്താണ്, സുജൂദിന്റെ ഭാഗത്തേക്ക് നോക്കി നിൽക്കലാണെന്നുള്ളതാണ് സൂചിപ്പിച്ചത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഇനി അടുത്തൊരു ഭാഗം എന്ന് പറയുന്നത് നമ്മള് പ്രാരംഭ പ്രാർത്ഥന ചൊല്ലലാണ്. പ്രാരംഭ പ്രാർത്ഥന ചൊല്ലുക, നമ്മൾ അതിന്റെ അർത്ഥമൊക്കെ പറഞ്ഞിട്ടുണ്ട്. കുറെ പ്രാരംഭ പ്രാർത്ഥനകൾ ചൊല്ലി അതിന്റെ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. അത്
ഇത് കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പ്രാരംഭ പ്രാർത്ഥന ചൊല്ലും. അത് സുന്നത്താണ് എന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കിയോണ്ട് ചിലപ്പോൾ നമ്മൾ നിസ്കാരം പാത്തിലാവില്ല. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിരുന്നു? അത് നമ്മളും ചെയ്യണം. ഒരുപാട് പ്രാരംഭ പ്രാർത്ഥനകൾ നമ്മൾ പറഞ്ഞു. അല്ലാഹു ബായിദ് പറഞ്ഞു. അങ്ങനെ ഉള്ള പ്രാരംഭ പ്രാർത്ഥനകൾ നമ്മൾ ചൊല്ലുക എന്നുള്ളത്. അതിൽ ഒരുപാട് ഹദീസുകൾ ഉണ്ട്. ഒരുപാട് പ്രാരംഭ പ്രാർത്ഥനകളുണ്ട്. ചിലതിന്റെ അർത്ഥം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കഴിഞ്ഞ ക്ലാസ്സുകളിലായി വിശദീകരിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് ചൊല്ലുക. പിന്നെ ഒരു നിസ്കാരത്തിൽ ഒരു പ്രാരംഭ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞാൽ അടുത്ത നിസ്കാരത്തിൽ മാറ്റി ചൊല്ലി. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഖുശൂ ഉണ്ടാവും. മറ്റേ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് അല്ലാഹു വാഹിദ് അല്ലെങ്കിൽ വജ്ഹത്ത് വരും. നേരെ നിന്ന പിന്നെ ഒരു പോക്കായിരിക്കും. അല്ലാഹു വാഹിദ് ബനി അല്ലെങ്കിൽ എന്ത് വരും? വജ്ഹത്ത് വരും. പിന്നെ ഇങ്ങനെ പോയിട്ട് എന്ത് ചെയ്യും? അതങ്ങനെ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ പോകും. അതിന് നല്ല എന്താണ്? ഓർത്ത് നിസ്കരിക്കുക എന്നുള്ളതാണല്ലോ. ഇന്ന് ഞാൻ വജ്ഹത്ത് ഓതി നിസ്കരിക്കണേ, നാളെ എന്താണ്? അല്ലാഹു വാഹിദ് ബനിയാണ്. അല്ലെങ്കിൽ അടുത്ത സുന്നത്തിൽ അതാണ്. എന്നാ നിസ്കാരത്തിൽ കുറച്ചുകൂടി എന്തുണ്ടോ? ഓർമ്മ ഉണ്ടാവും. അതാണ് അതിലാണ്. പിന്നെ അടുത്തൊന്ന്, ഒരിക്കലും എല്ലാ പ്രാരംഭ പ്രാർത്ഥനയും ഇവിടെ ഒപ്പം ചൊല്ലും. ഒരാളിപ്പോ വജ്ഹത്ത് വെച്ചു, പിന്നെ അല്ലാഹു വാഹിദ് ബനി കുറച്ചുകൂടി നിസ്കാരം ദീർഘിച്ചോട്ടെ വെച്ചിട്ട് എല്ലാ പ്രാരംഭ പ്രാർത്ഥന പഠിച്ച പ്രാരംഭ പ്രാർത്ഥനകളൊക്കെ എന്ത് ചെയ്യാം? ഒറ്റ വടിക്കാണ് ചൊല്ലുക. അതില്ല, ഏതെങ്കിലും ഒരു പ്രാരംഭ പ്രാർത്ഥന ഒരു നിസ്കാരത്തിൽ ചൊല്ലുക എന്നുള്ളതാണ്. അടുത്തത്, പ്രാരംഭ പ്രാർത്ഥന ഉറക്കെ ചൊല്ലണോ? നമ്മൾ ചൊല്ലലില്ല, ഉറക്കെ ചൊല്ലില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഉറക്കെ ചൊല്ലിയിരുന്നില്ല എന്നുള്ളതാണ് അതിന് കാരണം. എന്താണ് കാരണം? റസൂലുള്ളാഹി അങ്ങനെ ചെയ്തിരുന്നില്ല. ഇനി ഒരാള് മറന്നു, പ്രാരംഭ പ്രാർത്ഥന മറന്നു, അപ്പോൾ അല്ലെങ്കിൽ അത് ഒഴിവാക്കി, എന്നിട്ട് നേരെ ഫാത്തിഹയിലേക്ക് കടന്നു. അങ്ങനെയാണെങ്കിൽ അത് പിന്നെ എന്ത് ചെയ്യേണ്ടില്ല? ആവർത്തിക്കേണ്ട പിന്നീട് ആവർത്തിക്കേണ്ട കാര്യമില്ല. കാരണം അതൊരു സുന്നത്താണ്. അത് ചൊല്ലേണ്ട സ്ഥലം കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ചൊല്ലേണ്ട ആവശ്യമില്ല. പിന്നെ മാത്രല്ല, ഒന്നാമത്തെ റക്അത്തിൽ മാത്രമേ എന്തുള്ളൂ? പ്രാരംഭ പ്രാർത്ഥന ഉള്ളൂ. ഒന്നാമത്തെ റക്അത്തിലേ ഉള്ളൂ. മറന്നുപോയി കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ റക്അത്തിലാണ്. ഞാൻ ഒന്നാമത്തെ റക്അത്തിൽ മറന്നതിനോട് രണ്ടാമത്തെ റക്അത്തിൽ ചൊല്ലാന്നുള്ള അവസ്ഥയും ഇല്ല എന്നുള്ളതാണ്. എന്നാലും മസ്ബൂഖായി വരുന്ന വ്യക്തി മൂപ്പർക്ക് പ്രാരംഭ പ്രാർത്ഥന ചൊല്ലാൻ സമയം കിട്ടുകയാണെങ്കിൽ ഒക്കെ എന്ത് ചെയ്യാം? ചൊല്ലും ചെയ്യാം എന്നുള്ളതാണ്. ഇനി മസ്ബൂഖ് ഇമാമിന് കിട്ടി. മസ്ബൂഖിന് ഇമാമിനെ കിട്ടുന്ന റുക്കൂല് കിട്ടി. പിന്നെ അത് രണ്ടാമത്തെ റക്അത്തിലാണ് കിട്ടുന്നത് വിചാരിച്ചോളി, അപ്പോഴും ചൊല്ലേണ്ട ആവശ്യമില്ല. മസ്ബൂഖായ വ്യക്തിക്ക് ചൊല്ലാന്ന് പറഞ്ഞത് എപ്പോഴാണ്? ഒന്നാമത്തെ റക്അത്ത് കിട്ടിയാലാണ് ചൊല്ലേണ്ടത്. ഇപ്പൊ രണ്ടാമത്തെ റക്അത്തിൽ കിട്ടിയാലും ചൊല്ലേണ്ടതാണ് സൂചിപ്പിക്കുന്നത്. അതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട്. അല്ലാഹു തആല ആലം. പിന്നെ അടുത്തത് ഏതാണ്? ഇസ്തിആദത്തിന്റെ വിഷയവും നമ്മൾ പറഞ്ഞു. അത് നമ്മൾ സൂചിപ്പിക്കേണ്ട ആവശ്യമില്ല. അഊദു ഓതുക. അതെപ്പോഴാണ് അഊദു ഓതേണ്ടത്? ഫാത്തിഹ നമ്മൾ ഖുർആൻ പാരായണം ആരംഭിക്കുന്നതിന് മുമ്പാണ് അഊദു ഓതേണ്ടത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നുള്ളത് മറന്നുകൊണ്ട് തെറ്റില്ല. ഇനി മറന്ന് ഖിറാഅത്തിന് മുമ്പ് നമുക്ക് ഓർമ്മ വന്നാൽ, ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞ ഖിറാഅത്തിന് മുമ്പ് ഓർമ്മ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ? ഈ അഊദു ഓതാം. കാരണം അഊദു ഓതാനുള്ള സാഹചര്യം എപ്പോഴും, അതിന് കാരണം എപ്പോഴും ഉണ്ടല്ലോ, ശൈത്താനിന്റെ രക്ഷണം. അപ്പൊ നമ്മൾ ഇടയിൽ ഓർമ്മ കിട്ടി, അപ്പൊ അഊദു ഓതിയിട്ട് ബാക്കി തുടർത്താം. ഇടയിൽ നമുക്ക് ഓർമ്മ വന്നു, ഞാൻ അഊദു ഓതിയിട്ടില്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അഊദു ഓതിച്ച് തുടർത്താം. തസ്മിയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇനി ഒരാൾ മറന്നാൽ, ഒഴിവാക്കിയാൽ പ്രശ്നമൊന്നുമില്ല. കാരണം അത് ചൊല്ലേണ്ട സമയം കഴിഞ്ഞു. ഖിറാഅത്തും കഴിഞ്ഞിട്ടാണ് ഒരാൾക്ക് അഊദു ഓതുന്നത്. ഞാൻ ഖിറാഅത്തൊക്കെ ഓതി കഴിഞ്ഞ് റുക്കൂൽ ഓർമ്മ വരില്ല, ഞാൻ അഊദു ഓതില്ല. അതുകൊണ്ട് പിന്നെ എന്തില്ല, കാര്യമൊന്നുമില്ല. പിന്നെ അടുത്തത് ബിസ്മി ചൊല്ലലാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലൽ അതും സുന്നത്താണ്. അത് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്മി ചൊല്ലുന്ന ഒരുപാട് ഹദീസ് കാണാം. അത് മെല്ലെ ചൊല്ലലാണ് സുന്നത്ത്. ഇമാമാകട്ടെ ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളാകട്ടെ, അതാണ് അധിക പണ്ഡിതന്മാരുടെ അഭിപ്രായം. അഹ്ലുസുന്നയിൽ അധിക പേരുടെ അഭിപ്രായം അതാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിലും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പിന്നിലും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പിന്നിലും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ പിന്നിലും ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്. അവരാരും തന്നെ ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഉറക്കെ ചൊല്ലിയെന്ന് ഞാൻ കേട്ടിട്ടില്ല എന്ന് ആര് പറഞ്ഞു? അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹദീസാണ് അതിന് തെളിവ് എന്നുള്ളതാണ്. ഇനിയിപ്പോ ഒരു ഉറക്കെ ചൊല്ലി എന്നുള്ള നിസ്കാരം എന്താവൂല, ബാത്തിലാവുന്നില്ല. ആണോ അയാളെ നിസ്കാരം ഭയങ്കര പ്രശ്നമാണ്, ബിസ്മി എന്ത് ചെയ്തു ഉറക്കെ ചൊല്ലി എന്നൊന്നും പറയാൻ കഴിയില്ല. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊതുവെയുള്ള സുന്നത്ത് എന്താണ്? മെല്ലെ ബിസ്മി ചൊല്ലലാണ് എന്നുള്ളതാണ്. ഫാത്തിഹ കൊണ്ടാണ് ആരംഭിക്കാറുള്ളത്. നമ്മളിതൊന്നും പറയുമ്പോഴും നമ്മൾക്ക് കൃത്യമായ ഒരു, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമുക്ക് കൃത്യമായ അടിസ്ഥാനവും അവലംബമുള്ളതുകൊണ്ട് നമ്മൾ ചെയ്യണത്. ആരോട് തർക്കിക്കാനോ അല്ലെങ്കിൽ മോശമാണെന്ന് പറയാനല്ല, നമ്മൾ ഇതൊന്നും പഠിപ്പിക്കണമെന്ന് ഉറപ്പെടുത്താണ്.
പിന്നെ ബസ്മല ഫാത്തിഹയിലെ ആയത്താണോ അല്ലേ എന്നൊക്കെ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. അത് അധികം ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അതേപോലെ തന്നെ എല്ലാ റക്അത്തിലും ബിസ്മി ഓതണം. എല്ലാ റക്അത്തിലും ബിസ്മി ഓതണം. എല്ലാ റക്അത്തിലും ഔദ് ഓതണം. പണ്ഡിതന്മാര് പറഞ്ഞു എല്ലാ റക്അത്തിലും ഔദ് ഓതണം. കാരണം നമ്മളൊരു ഖിറാഅത്ത് കഴിഞ്ഞു, പിന്നെ നമ്മൾ എന്ത് ചെയ്തു, അടുത്ത റക്അത്തിൽ എത്തുമ്പോ പിന്നെ ഒരു ഖിറാഅത്ത് തുടങ്ങാനുള്ള അപ്പൊ ഔദ് ഓതണം. ബിസ്മി അങ്ങനെ തന്നെയാണ്, എല്ലാ റക്അത്തിലും ബിസ്മി ഓതണം എന്നുള്ളതാണ്. പിന്നെ അടുത്തത് ഖിറാഅത്തുൽ ഫാത്തിഹ. പിന്നെ നമ്മൾ ഫാത്തിഹ ഓതല്ലേ ചെയ്യാം. അടുത്ത ഫാത്തിഹ ഓതും. ഫാത്തിഹ ഓതുമ്പോ നമ്മള് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണ്, ഫാത്തിഹ ഓതാത്ത ആൾക്ക് എന്തില്ല, നിസ്കാരമില്ല എന്നുള്ളതാണ്. ലാ സ്വലാത്ത ലിമൻ ലം യഖറ ബിഫാത്തിഹത്തിൽ കിതാബ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇമാമായ വ്യക്തി ഫാത്തിഹ ഉറക്കെ ഓതണം. ഇമാമായ വ്യക്തി ഫാത്തിഹ ഉറക്കെ ഓതണം. കാരണം അത് നമ്മുടെ മഅ്മൂമിങ്ങളായ ആളുകൾക്കും കൂടി പകരം കൂടിയാണ് ഇമാം ഓതുന്നത്. പിന്നെ മഅ്മൂമികൾ കേൾക്കാനാണ് ഓതുന്നത്. ഇനി ജഹർ അല്ലാത്ത നിസ്കാരങ്ങൾ, ഇപ്പൊ ളുഹ്ർ അസ്ർ, നമ്മൾ ഉറക്കോതുന്ന നിസ്കാരങ്ങളല്ലല്ലോ ളുഹ്ർ അസ്ർ ഒന്നും. അതേപോലെ തന്നെ ചില റക്അത്തുകളുണ്ട് ഉറക്കോതാത്ത റക്അത്തുകളല്ലേ, മഗ്രിബിന്റെ മൂന്നാമത്തെ റക്അത്ത്, അതേപോലെ തന്നെ ഇശാഇന്റെ ലാസ്റ്റ് 2 റക്അത്ത് ഒക്കെ നമ്മൾ ഉറക്കോതലില്ല. ആ സന്ദർഭങ്ങളിൽ മെല്ലെ തന്നെ എല്ലാവരും ഓതണം, എല്ലാ ആളുകളും അത് ഓതണം. സംശയമില്ല, ഫാത്തിഹ ഓതൽ നിർബന്ധമാണ്. കാരണം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചതാണ്. അങ്ങനെ ഓതാതിരിക്കരുത് തന്നെയാണ്. ഇനി അതിലൊക്കെ ആരെങ്കിലും ഒരു ഇമാം ഉറക്കം ഓതി കഴിഞ്ഞാൽ അത് ചെയ്യാൻ പാടില്ല, ശരി, കറാഹത്താണ്, ചെയ്യരുത്. പിന്നെ ചില പണ്ഡിതന്മാരുടെ ഇമാം ഉറക്കം ഓതുമ്പോ മഅ്മൂം ഫാത്തിഹ ഓതണോ, അതിലൊരു പണ്ഡിത വ്യത്യസ്ത അഭിപ്രായങ്ങൾ കാണാം. ചില ആളുകൾ പറഞ്ഞു ഒരിക്കലും ഓതരുത്. കാരണം ഖുർആൻ കേൾക്കുമ്പോ ഖുർആൻ എന്ത് ചെയ്യാണ്ടത്, ശ്രദ്ധിച്ച് മിണ്ടാതെ കേൾക്കാണ് വേണ്ടത്. അതുകൊണ്ട് എന്ത് ചെയ്യരുത്, ഓതരുത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. ഓതണമെന്ന് ഹറാമാണെന്ന് പറഞ്ഞ പല പണ്ഡിതന്മാരുണ്ട്. ചില പണ്ഡിതന്മാരെ പറഞ്ഞു ഫാത്തിഹ ഓതണം. ഫാത്തിഹ എന്ത് ചെയ്യണം, ഫാത്തിഹ ഓതണം. കാരണം ഫാത്തിഹ ഓതാത്ത നിസ്കരിക്കരുതല്ലോ. അപ്പൊ ഫാത്തിഹ പരമാവധി ഓതണം എന്നുള്ളതാണ് അഭിപ്രായം. നമ്മൾ തന്നെ ഫാത്തിഹ ഓതാൻ ശ്രമിക്കാം. ഫാത്തിഹ ഇമാമിന് മുൻകടക്കാതെ നമ്മൾ എന്ത് ചെയ്യാം, ഫാത്തിഹ ഓതണം തന്നെയാണ് മനസ്സിലാകുന്നത്. അല്ലാഹു ആലം. അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ട് താനും. നമ്മൾ ഫാത്തിഹ ഓതണം. എങ്ങനെ നിസ്കരിക്കേണ്ടത്, ഫാത്തിഹ ഓതിട്ട് തന്നെയാണ് നമ്മൾ നിസ്കരിക്കേണ്ടത്. പിന്നെ മഅ്മൂം എല്ലാ റക്അത്തിലും ഫാത്തിഹ ഓതണം. ഈ ഒരു അഭിപ്രായം വെച്ചിട്ട് ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളോ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം, ഫാത്തിഹ ഓതണം. എല്ലാ നിസ്കാരത്തിലും ഫാത്തിഹ ഓതണം എന്നുള്ളൊരു സംശയമില്ല. പിന്നെ ഒരു മഅ്മൂമിന് ഇമാമിനെ റുക്കൂലാണ് കിട്ടിയത്, അല്ലെങ്കിൽ റുക്കൂല് കിട്ടി, ഇമാം റുക്കൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മഅ്മൂം വന്ന് എന്ത് ചെയ്തു, റുക്കൂ ചെയ്തു, അല്ലെങ്കിൽ റുക്കൂ ചെയ്തുകൊണ്ടിരിക്കെ ഇമാമിനെ കിട്ടി, ഫാത്തിഹ ഓതാൻ കഴിഞ്ഞതുമില്ല. ഫാത്തിഹ ഓതാൻ കഴിയൂല, സ്വാഭാവികമായിട്ട് റുക്കൂലാണ് വന്നത്. അപ്പൊ എന്താ ചെയ്യാ, ഫാത്തിഹ ഓതേണ്ടതില്ല. ആ അവസരത്തിൽ മാത്രം എന്തില്ല, ഫാത്തിഹ അയാളിൽ നിന്ന് സാഖിത്താകും, അയാൾക്ക് അത് നിർബന്ധമില്ല എന്ന് പണ്ഡിതന്മാര് പറഞ്ഞു. പിന്നെ അടുത്തത് രണ്ടാമത്തെ റക്അത്തിലും മൂന്നാമത്തെ റക്അത്തിലും നാലാമത്തെ റക്അത്തിലും ഒക്കെ ഫാത്തിഹ ഓതണം തന്നെയാണ്. പിന്നെ ഫാത്തിഹ അറിയാത്ത ആളുകളാണ്, അത് പഠിക്കണം എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യാ, സൂറത്തുകൾ ഓതാണ്. അത് നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. ഫാത്തിഹ അറബിയിൽ ഓതണം. സൂറത്തുകൾ ഓതുന്ന വിഷയം ഫാത്തിഹയിൽ പിന്നുള്ളത് ആമീൻ പറച്ചിലാണ് അല്ലെ. ആമീൻ പറയും. ആമീൻ എല്ലാരും പറയണ്ടേ, എല്ലാരും പറയണം. മഅ്മൂമിങ്ങൾ ആമീൻ പറയണം. ഇമാം ഫാത്തിഹ ഓതുമ്പോ ആമീൻ എന്ന് പറയണം. അത് ഇനി ജഹറിൽ അല്ലെ, ഒറ്റക്ക് നിസ്കരിക്കുമ്പോ ഒരു മഅ്മൂം ഒറ്റക്ക് നിസ്കരിക്കണം. ആ സന്ദർഭങ്ങളിൽ മഅ്മൂം എന്ത് പറയണം, ആമീൻ എന്ന് പറയണം. ഇമാമിന്റെ കൂടെ നിസ്കരിക്കുമ്പോൾ എന്ത് പറയണം, ആമീൻ എന്ന് പറയണം. ഇമാമിന്റെ ആമീനോട് കൂടി നമ്മുടെ ആമീൻ ചേർന്ന് വന്നാലോ, ഇമാമിന്റെ ആമീനോടുകൂടി നമ്മൾ ആമീൻ ചേർന്ന് വന്നാൽ നമ്മുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും എന്ന് ഹദീസുകളിൽ കാണാം. ആമീന്റെ അർത്ഥം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുവേ നീ എനിക്ക് ഉത്തരം ചെയ്യണേ എന്നാണ് നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ അർത്ഥമൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്തത് ഫാത്തിഹ കഴിഞ്ഞ ഉടനെ തന്നെ എന്ത് ചെയ്യണം, ആമീൻ പറയലാണ് സുന്നത്ത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസുകളൊക്കെ അതിന് തെളിവാണ്. ഇമാം മഅ്മൂമിങ്ങൾ ഉറക്ക ആമീൻ പറയണം. എപ്പോ, ജമാഅത്ത് നിസ്കാരത്തിൽ ഇമാമിങ്ങളും മഅ്മൂമിങ്ങളും ഉറക്ക തന്നെ എന്ത് ചെയ്യണം, ആമീൻ പറയണം എന്നാണ് അന്നമാര് പഠിപ്പിച്ചത്. പിന്നെ ഫാത്തിഹയ്ക്ക് ശേഷമുള്ള സൂറത്തുകളാണ്. ഫാത്തിഹ റുക്നേനും ഈ സൂറത്തുകൾ സുന്നത്താണ്, മുസ്തഹബാണ്, ചൊല്ലണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യത്തെ 2 റക്അത്തുകളിൽ ഫാത്തിഹയ്ക്ക് കൂടെ എന്തു ചൊല്ലിയിരുന്നു,
സൂറത്തുകളും ചൊല്ലിയിരുന്നു എന്നുള്ളതാണ്. പിന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ആ സൂറത്തുകൾ കൃത്യമായിട്ട് ഓതുക. പിന്നെ അടുത്തത് നമ്മളിനി റുക്കൂഇലേക്ക് പോകലാണ്. റുക്കൂഇലേക്ക് പോകുമ്പോ കൈ ഉയർത്തണം. റുക്കൂഇലേക്ക് പോകുമ്പോ കൈ ഉയർത്തണം. അതിന് കാരണം ഇതിൽ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ഉണ്ട്. റസൂലുള്ള കൈ ഉയർത്തിയ സന്ദർഭങ്ങൾ എപ്പോഴൊക്കെയാണ് കൈ ഉയർത്തിയത്? തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സന്ദർഭത്തിൽ എന്ത് ചെയ്യുന്നു? കൈ ഉയർത്തി. പിന്നെ റുക്കൂഇലേക്ക് പോയപ്പോൾ റസൂലുള്ള എന്ത് ചെയ്യുന്നു? കൈ ഉയർത്തി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് കൈ ഉയർത്തിയതുമായി ബന്ധപ്പെട്ട മസല കേട്ടോ. പിന്നെ റുക്കൂഇന് മുമ്പ് ആണെങ്കിൽ റസൂലുള്ളാഹി ഒന്നും മിണ്ടാതിരിക്കണതാണ്. നമ്മള് ചില സമസ്ത പള്ളികളിലൊക്കെ ഭയങ്കരമായി കുറെ മിണ്ടാതിരിക്കണതാണ്. ശരിക്കും റസൂലുള്ളാഹി റുക്കൂവിന് തൊട്ട് മുമ്പ് ഒന്ന് കുറച്ചു നേരം മിണ്ടാതിരുന്നത്, എന്നിട്ടാ റുക്കൂവിൽ പോയിരുന്നു. ഖിറാഅത്ത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം നിർത്തി പിന്നെ എന്ത് ചെയ്യും? റുക്കൂവിലേക്ക് പോവാണ് ചെയ്തിരുന്നത്. അങ്ങനെയാണ് റുക്കൂവിലേക്ക് പോകേണ്ടത്. ഇനി തക്ബീർ അല്ലാഹു അക്ബർ എന്ന് പറയാം. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു നമ്മൾ കൈ ഉയർത്തേണ്ട രൂപം പറഞ്ഞു, എവിടെ വെക്കണം, എങ്ങോട്ട് ഉയർത്തണം എന്ന് പറഞ്ഞു. റുക്കൂ ചെയ്യണം. റുക്കൂ ഇല്ലെങ്കിൽ നിസ്കാരം ഉണ്ടോ? ഇല്ല. റുക്കൂ ഇല്ലെങ്കിൽ നിസ്കാരമല്ല. അപ്പൊ റുക്കിന് വല്ലാത്ത റുക്കിനാണ് റുക്കൂ എന്ന് പറയുന്നത്. അത് എപ്പോഴാണ് അല്ലാഹു അക്ബർ പറയേണ്ടത്? ചില ഇമാമിങ്ങളൊക്കെ ഇന്ന് മുഅ്മിനീങ്ങള് മുൻകടക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ അല്ലാഹു അക്ബർ പറയും. അതായത് റുക്കൂല് പോയിട്ട് മഅ്മൂമിങ്ങൾ മുൻകടക്കാതിരിക്കാൻ അല്ലാഹു അക്ബർ പറയും. അപ്പോഴേ മഅ്മൂമിങ്ങൾ റുക്കൂലേക്ക് പോകുള്ളൂ എന്നാണ്. ശരിക്കും അങ്ങനെയല്ല. പോയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് എന്ത് വേണ്ടത്? അല്ലാഹു അക്ബർ എന്ന് പറയേണ്ടതെന്നാണ്. ഇനി അത് പലരും ശ്രദ്ധിക്കാറില്ലെങ്കിൽ അത് ശ്രദ്ധിക്കണം എന്നാണ്. ഒരിക്കലും ഇമാമിനെ മുൻകടക്കുകയും ചെയ്യരുത്. അത് നല്ലോണം ശ്രദ്ധിക്കണം. ഒരിക്കലും നമ്മൾ ഇമാമിനേക്കാൾ മുൻകടക്കരുത് ഈ വിഷയത്തിൽ. ഏത് റുക്കിന്റെ വിഷയത്തിലും ഇമാമിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യരുത്? അത് ചെയ്യരുത്. ഇമാം പോകുമ്പോഴാണെങ്കിൽ ഇമാം പോയി കഴിഞ്ഞിട്ടാണ്, ഇമാമിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പോകേണ്ടത്. പിന്നെ അത് കഴിഞ്ഞ് ആ തക്ബീർ കഴിഞ്ഞാൽ നമ്മള് റുക്കൂല് നിൽക്കലാണ്. റുക്കൂൽ എങ്ങനെയാണ് എന്നുള്ളതാണ് അടുത്ത മസല. എങ്ങനെയാണ് നമ്മൾ റുക്കൂലേക്ക് നിൽക്കുക? റുക്കൂ പണ്ഡിതന്മാര് പറഞ്ഞത് നമ്മൾ കൈ വിരലുകൾ വിടർത്തി, റസൂലുള്ളാഹിന്റെ ഹദീസിലുണ്ട്, കൈ വിരലുകൾ വിടർത്തി നിന്നു. എന്നിട്ട് നമ്മള് ഇതും തന്നെ ഇവിടെ ഇങ്ങനെ ഒട്ടാതെ കൈ വിടർത്തി വെച്ചു. പിന്നെ മുട്ടിലാണ് വെക്കുക, മുട്ടില്. എന്നിട്ട് നമ്മൾ റുക്കൂ ചെയ്ത് നമ്മളുടെ ഈ ഒരു മുതുകും തല ഏകദേശം ഒരേ രൂപത്തിലാണ്. അതാണ് ഏറ്റവും പൂർണ്ണമായ രൂപം. ഏതാണ്? ഒരാൾ കൊമ്പിട്ടു, അയാൾക്ക് അതിനൊന്നും കഴിയണില്ല പ്രായം കൊണ്ടോ, അതുകൊണ്ട് ഞാൻ റുക്കുവൊക്കെ പോയിട്ടോ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഇങ്ങനെ ചെയ്ത് നമ്മൾ റുക്കുവിലേക്ക് പോയി സുജൂദിലേക്ക് തന്നെയാണ് നമ്മൾ നോക്കുന്നത്. നേരെ നമ്മളുടെ മുതുകത്ത് നമ്മളെ ഉസ്താദ്മാരൊക്കെ പഠിപ്പിക്കുന്നതാണ്. മുതുകത്ത് വെള്ളം പറഞ്ഞ എന്ത് ചെയ്യും? അല്ലെങ്കിൽ മുതുകത്ത് എന്തെങ്കിലും വെച്ചാൽ അത് ആ സ്റ്റഡിയിൽ അവിടെ നിൽക്കുന്നു പറയുന്നത്. ഏറ്റവും പൂർണ്ണമായ രൂപമാണ് ആ റുക്കുവിന്റെ ആ രൂപം. അവിടെ നമ്മൾ ചൊല്ലേണ്ട ദിക്ർ സുബ്ഹാന റബ്ബിയൽ അസീം. അതെങ്കിലും ഒരു തവണ റസൂലുള്ളാഹിന്റെ സ്ഥിരപ്പെട്ട ഒരു ദിക്ർ ഒരു തവണയെങ്കിലും ചൊല്ലണം. അത് നിർബന്ധമാണ്. നമ്മൾ ചൊല്ലണം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? സഹല് സുജൂദൊക്കെ ചെയ്യേണ്ടി വരും. നമ്മൾ ആ ദിക്ർ ചൊല്ലണം. ഒരാൾ ഞാനത് മനസ്സിൽ ചൊല്ലിയിരുന്നു, പോരാ, ഞാൻ മറന്നുപോയാൽ എന്ത് ചെയ്യണം? പിന്നെ മറവിന്റെ സുജൂദ് ചെയ്യേണ്ടി വരും. ആ ദിക്ർ പിന്നെ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുക. പിന്നെ ഒരുപാട് ഹദീസുകൾ ആ വിഷയത്തിൽ ഉണ്ട് താനും. നല്ല ഉയർന്നിട്ടല്ല, ഇപ്പൊ കുറെ ഇങ്ങനെ ഉയർന്നിട്ടുമല്ല, എന്നാ ഒരുപാട് താഴ്ന്നിട്ടല്ല. നമ്മുടെ മുതുകും അത് ആ ഒരു രൂപത്തിൽ വരുന്ന, ഒരു നേരെ വരുന്ന രൂപത്തിലാണ് നമ്മൾ നിൽക്കേണ്ടത്. അല്ലാഹു നമ്മൾക്ക് ഏറ്റവും നല്ല രൂപത്തിൽ നിസ്കരിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുവാനാകട്ടെ. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ, ഇത് ഒരിക്കലും കൂട്ടിപ്പിടിച്ച് നിൽക്കരുത്. നമ്മളത് പറഞ്ഞിരുന്നു. അതായത് ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിരിക്കല്ല ചെയ്യേണ്ടത്, വിടർത്തി നിൽക്കുകയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. കൈ ഒരിക്കലും ഇങ്ങനെ എല്ലാം റുക്കൂ ചെയ്യേണ്ടത് അർത്ഥം. ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് ഇത് വിടർത്തുകയാണ് ചെയ്യേണ്ടത്. അടുത്തൊന്ന് റുക്കൂവിൽ ശ്രദ്ധിക്കേണ്ടത്, പിന്നെ ഒരാള് അയാൾക്ക് പ്രായമൊക്കെയാണ്, അല്ലെങ്കിൽ വയസ്സുണ്ട്, അല്ലെങ്കിൽ രോഗിയാണ്, അയാൾ കുമ്പിട്ടു, പക്ഷെ ഇങ്ങനൊന്നും ചെയ്യാൻ കഴിയണില്ല. എങ്ങനെ ഭയങ്കരമായി ഇങ്ങനെ മുതുകിനെ നേരാക്കാനൊന്നും കഴിയണില്ല. അതുകൊണ്ട് അയാളെ റുക്കൂ പോകുന്നില്ല. റുക്കൂ എന്താകും? റുക്കൂ ശരിയാവും. കാരണം ഏറ്റവും കുമ്പിടൽ ഉണ്ടായാൽ തന്നെ എന്താകും? ആ ഒരു ഭാഗം ശരിയായി കിട്ടുന്നുള്ളതാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചത്. പിന്നെ
നമ്മള് റുക്കുവിൽ എത്ര നേരം നിൽക്കണം, റുക്കുവിൽ എത്ര നേരം നിൽക്കണം, ഫാസ്റ്റ് ആക്കരുതാണ് ഒന്ന്. അതായത് പെട്ടെന്ന് കൈ കെട്ടി ഈ പരിപാടി എങ്ങനെ നമ്മളിങ്ങനെ കൈ കെട്ടി റുക്കു കെട്ടിട്ട് ഇങ്ങനെ കാട്ടി ഇങ്ങനെ ആട്ടലുണ്ടല്ലോ, അതില്ല. ഒന്ന് റുക്കുവിൽ എന്ത് ചെയ്യണം, നിൽക്കണം. റുക്കുവിൽ തൊമാനിനത്ത് വേണം എന്ന് പറഞ്ഞാൽ റുക്കുവിൽ ഒന്ന് അടങ്ങി ഒതുങ്ങി നിൽക്കണം. അപ്പോഴേ റുക്കുവിലാവുള്ളൂ നമ്മള്. മറ്റേത് നമ്മള് എന്തെങ്കിലുമൊക്കെ ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് ചെയ്യണ്ടെന്നർത്ഥം. റുക്കുവിൽ നിൽക്കണം, റുക്കുവായിരിക്കണം. റുക്കുവിൽ നിന്നിട്ട് പിന്നെ അതിന്റെ റുക്കുനുകൾ നഷ്ടപ്പെടുത്താതെ റുക്കു ആക്കി റുക്കുവിൽ നമ്മള് അള്ളാഹുവിനെ സ്തുതിച്ച് അള്ളാഹുവിനെ പ്രകീർത്തിച്ച് നിൽക്കണം. എന്നിട്ടാണ് നമ്മൾ എങ്ങോട്ട് പോകേണ്ടത്, ഇസ്താലിലേക്ക് പോകേണ്ടത്. അല്ലാതെ ഫാസ്റ്റിൽ എന്ത് ചെയ്യരുത്, പണി കഴിക്കരുത്. അപ്പൊ എന്താവും, റുക്കോയിൽ തൊമനീനത്ത് ഇല്ലാതായി പോകും. അപ്പൊ നിസ്കാരം എന്താവൂല, ശരിയാവൂല എന്നുള്ളതാണ്. അപ്പൊ അത് നല്ല ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ അടുത്തത് ഇതിന് തെളിവ് എന്താന്ന് വെച്ചാല്, റസൂലുള്ളാഹിയുടെ പള്ളിയിൽ ഒരാൾ വന്നു, അയാൾ നിസ്കരിച്ചിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സലാം പറയാൻ പോയി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാമൊക്കെ മടക്കി, എന്നിട്ട് പറഞ്ഞു മടങ്ങി ചെന്നിട്ട് ഇർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി, മടങ്ങിക്കോ, ചെന്നോ, നിസ്കരിച്ചോ. എന്ത് ചെയ്തിട്ടില്ല, നിസ്കരിച്ചിട്ടില്ല. പിന്നെ പോയി നിസ്കരിച്ചിട്ട് റസൂലുള്ളാഹിയോട് ഒന്ന് സലാം പറഞ്ഞു, സലാമൊക്കെ മടക്കി മടങ്ങിക്കോ, എന്തായില്ല, നിസ്കാരം ശരിയായില്ല. പിന്നെയും ചെന്നു. പിന്നെ അവസാനം റസൂലുള്ളാഹിയോട് പറഞ്ഞു, എനിക്ക് പഠിപ്പിച്ചു ചോദിച്ചു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിസ്കാരത്തിലേക്ക് നിന്നാൽ തക്ബീർ ചൊല്ലണം. പിന്നെ റുക്കുവിന്റെ വിഷയം പറഞ്ഞു, സുമ്മർക ഹത്താ തത്മഇന്ന റാഖിഅ, സുമ്മർക ഹത്താ തത്മഇന്ന റാഖിഅ. റുക്കുഇൽ അടങ്ങി ഒതുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം എന്നാണ്. ഇത്മിഇനാനുമാണ്, ഫാസ്റ്റ് ആക്കരുത്. അപ്പൊ റുക്കുവില്ല. നമ്മളത് നമ്മുടെ വീടുകളിൽ പഠിപ്പിച്ചു കൊടുക്കണം. പല ആളുകളും എനിക്ക് കുറച്ച് പണി പെട്ടെന്ന് ചെയ്തെടുക്കാണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യണം, നിസ്കാരം കഴിഞ്ഞാൽ കിട്ടിയല്ലോ. അപ്പൊ അങ്ങനെ ഒരു കാട്ടിക്കൂട്ടില് റുക്കുവിന്റെ വിഷയത്തിൽ ഉണ്ടായിരുന്നു. പിന്നെ റുക്കുവിൽ ചൊല്ലുന്ന ദിക്റുകളാണ് നമ്മൾ അതിന്റെ അർത്ഥമൊക്കെ പറഞ്ഞിട്ടില്ലേ, അദ്കാർ റുക്കു ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വിശദമായി സൂചിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സുകളിൽ. പിന്നെ റുക്കുവിൽ നിന്ന് എഴുന്നേൽക്കൽ, നിന്നുകൊണ്ട് എഴുന്നേൽക്കണം. റുക്കുവിൽ നിന്ന് നിന്നുകൊണ്ട് എഴുന്നേൽക്കൽ നിർബന്ധമാണ്. അത് നിസ്കാരത്തിന്റെ റുക്കിനായി പണ്ഡിതന്മാര് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പിന്നെ നിസ്കാരത്തിൽ നിന്ന് ആ റുക്കുവിൽ നിന്ന് എഴുന്നേൽക്കൽ എന്താണ്, ഞാൻ അടുത്തതാണ്. നിസ്കാരത്തിൽ നിന്ന് ആ റുക്കുവിൽ നിന്ന് എഴുന്നേൽക്കുക, ഇത് നിസ്കാരത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. റുക്കുവിൽ നിന്ന് എഴുന്നേൽക്കുക. എഴുന്നേൽക്കണ സന്ദർഭത്തിൽ പിന്നെ സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയാം. സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയാം. അത് എല്ലാവരും നിസ്കരിക്കുന്ന ആൾക്ക് പിന്നെ ഇമാമു ചൊല്ലണം. അത് ഒറ്റക്ക് നിസ്കരിക്കുന്ന ആൾ എന്ത് ചെയ്യണം, സമിഅ അല്ലാഹു ലിമൻ ഹമിദ പറയണം. മഅ്മൂം എന്ത് പറയുന്നത്, റബ്ബന വലക്കൽ ഹംദ്. ഇനി ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ എന്ത് ചെയ്യണം, സമിഅ അല്ലാഹു ലിമൻ ഹമിദ പറയണം. പക്ഷെ ഇമാമ സമിഅ അല്ലാഹു ലിമൻ ഹമിദ പറയുന്ന സന്ദർഭത്തിൽ മഅ്മൂം എന്ത് പറഞ്ഞാൽ മതി, റബ്ബന ലക്കൽ ഹംദ് എന്ന് പറഞ്ഞാൽ മതി എന്നുള്ളതാണ്. അത് ഹദീസ് ഉണ്ട്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഒരുപാട് ഹദീസുള്ളതിന് തെളിവാണ് എന്ന് കാണാം. പിന്നെ മഅ്മൂം അങ്ങനെ ചൊല്ലണ്ടെന്നുള്ളതിന് എന്താ തെളിവ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്നമാ ജുഇലൽ ഇമാമു ലിയുഅ്തമ ബിഹി. ഇമാമാക്കപ്പെടാനാണല്ലോ അയാളെ ഇമാമായി നിർത്തിയത്. അതുകൊണ്ട് തന്നെ ഇമാമ് തക്ബീറില്ല, നിങ്ങളും തക്ബീറില്ല. ഇമാം റുക്കൂയിൽ പോയി നിങ്ങൾ റുക്കൂയിലേക്ക് പോകുക. ഇമാമ് സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയാ, റബ്ബന വലക്കൽ ഹംദ് എന്ന് പറയാന്നുള്ളതാണ്. ഇനി നമ്മളാ തസ്മീഹ് പറയുന്ന നേരത്ത് നമ്മൾ എഴുന്നേറ്റ്, റുക്കൂയിൽ നിന്ന് എഴുന്നേറ്റ് നമ്മൾ സമിഅ അല്ലാഹു ലിമൻ ഹമിദ പറയണ നേരത്തെ എന്താക്കുക, കൈ ഉയർത്തിയിട്ടാണ് സമിഅ അല്ലാഹു ലിമൻ ഹമിദ പറയേണ്ടത് എന്നുള്ളതാണ്. പിന്നെ അത് എവിടുത്തെ ഉയർത്തണം എന്നൊക്കെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെയാണ്. ഇനി റുക്കൂയിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് നമ്മൾ സമിഅ അല്ലാഹു ലിമൻ ഹമിദ പറഞ്ഞല്ലോ, പിന്നെ അവിടെ നിൽക്കണം. അവിടെ എന്ത് ചെയ്യണം, നിൽക്കണം. അതിനാണ് ഇഅ്തിദാൽ എന്ന് പറയാം. അതിനാണ് എന്താ പറയാ, ഇഅ്തിദാൽ എന്ന് പറയാം. ഈ നൃത്തം പലരും ശ്രദ്ധിക്കലില്ല. എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്യാണ്, സമിഅ അല്ലാഹു ലിമൻ ഹമിദ കഴിഞ്ഞാൽ പിന്നെ നേരെ അങ്ങോട്ട് പോവാണ്, സുജൂദിലേക്ക്. അങ്ങനെയല്ല, കുറച്ചു നേരം എന്ത് ചെയ്യണം, നിൽക്കണം. അത് ചില ആളുകൾ പറഞ്ഞത് കുറച്ച് പിന്നെ റസൂലുള്ളാഹിന്റെ നിസ്കാരത്തെ എല്ലാ പ്രവർത്തനങ്ങളും ഒരേ അളവിലാണെന്നൊക്കെ ഹദീസുണ്ട്. അപ്പൊ ഖിയാമും ജുലൂസും ഒക്കെ കുറച്ചുകൂടി നീളും എന്നല്ലാതെ ബാക്കിയുള്ള എല്ലാ പ്രവർത്തനം സുജൂദിന്റെ റുക്കുവിന്റെ ഒക്കെ ഒരളവും ഈ നൃത്തത്തിന്റെ അളവൊക്കെ ഏകദേശം റുക്കു എത്ര നമ്മൾ നിന്നോ അത്രത്തോളം തന്നെ ശരിക്കും നിൽക്കണം. ശരിയായ അർത്ഥത്തിൽ നമ്മൾ ഇഅ്തിദാലിലും നിൽക്കണം. അവിടെ ഇഅ്തിദാലിൽ നിൽക്കുമ്പോ പിന്നെ നമ്മൾ എന്താ പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ റബ്ബനാ വലക്കൽ ഹംദ് പറയലോ, റബ്ബനാ വലക്കൽ ഹംദ് പറയും.
പിന്നെ മിലാസമാവാത്തി മിലാർമാശയത്തോ മിൻഷയും ബാധ അതിന്റെ അർത്ഥമൊക്കെ നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചു. പിന്നെ കുറച്ചുകൂടി അധികമുള്ള ദിക്ർ എന്നല്ല പറഞ്ഞില്ലേ, വലിയ ദിക്ർ പറഞ്ഞു. റബ്ബനാ വലക്കൽ ഹംദു മിൽ അസ്മാവാതി വമിൽ അർദി വമിൽ മാ ശിഅത മിൻ ശൈഇൻ ബഅദ് അഹ്ല الثناء والمجد احق ما قال لبد وكلنا لك عبد اللهم لا مانع لما اعطيت ولا معطي لما منعت ولا ينفع ذا الجد منك الجد. നിങ്ങൾ എന്തായാലും പഠിക്കണം, മുമ്പിരിക്കുന്ന കുട്ടികൾ എന്തായാലും പഠിക്കണം. لا ينفع ذا الجد منك الجد എന്ന് പറഞ്ഞ ദിക്ർ നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചിരുന്നു, അത് പഠിക്കണം. പിന്നെ ആ ദിക്റുകളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നമ്മൾ ഇന്നലെ ചെയ്തതുകൊണ്ട് തന്നെ ഇനി അത് നമ്മൾ പറയണില്ല. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ നിസ്കാരത്തിൽ അത് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക, വലിയ വലിയ ദിക്റുകൾ ചൊല്ലാൻ ശ്രമിക്കുക. പിന്നെ അടുത്തത് ഖിയാമാകുന്ന അവിടെ നിൽക്കുന്ന ഈ അവസരത്തിൽ നമ്മൾ ഇനി അങ്ങോട്ട് പോവാണ്, സുജൂദിലേക്ക് പോവാണ്. അപ്പൊ നമ്മൾ കൈ ഉയർത്തണോ? വേണ്ട. സുജൂദിലേക്ക് പോകുമ്പോ എന്തില്ല? കൈ ഉയർത്തലില്ല. പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക, സുജൂദിലേക്ക് പോകുമ്പോ എന്തില്ല? കൈ ഉയർത്തലില്ല. സുജൂദിലേക്ക് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് ചെയ്യാൻ പോവാണ് ചെയ്യുന്നത്. സുജൂദിലേക്ക് പോകുമ്പോ നമ്മൾ നേരെ അങ്ങനെ പോവാം. പിന്നെ അവിടെ അല്ലാഹു അക്ബർ പറയണം, അല്ലാഹു അക്ബർ പറയണം, കൈ ഉയർത്തില്ല എന്നുള്ളൂ. അല്ലാഹു അക്ബർ പറയണം, അല്ലാഹു അക്ബർ പറയണം. അവിടെ നമ്മള് അല്ലാഹു അക്ബർ എപ്പോഴാ പറയാ? നേരത്തെ റുക്കൂ പറഞ്ഞ പോലെ തന്നെയാണ്. എന്താണ്? അവിടെ ചെന്നിട്ടല്ല, ഇവിടുന്ന് പറഞ്ഞിട്ട് പോവല്ല, പറയുമ്പോ എന്ത് ചെയ്യാ, ഇങ്ങനെ പോകുമ്പോ എന്ത് ചെയ്യാ, നമ്മൾ അല്ലാഹു അക്ബർ പറഞ്ഞിട്ടാണ് അങ്ങോട്ട് ചെല്ലേണ്ടത് എന്നുള്ളതാണ്. പിന്നെ അതുകൊണ്ട് തന്നെ ആ തക്ബീർ നമ്മൾ ചെയ്യുന്നതിന് മുമ്പും ആകരുത്, സുജൂദിൽ എത്തിയതിനു ശേഷം ആകരുത്. അതുകൊണ്ട് മൂമിങ്ങളെ നമ്മളെ മുൻകിടക്കാതിരിക്കാൻ വേണ്ടി ഇമാമിങ്ങളൊക്കെ എന്ത് ചെയ്യും? പോയിട്ട് അല്ലാഹു അക്ബർ എന്ന് പറയാം. അങ്ങനെയല്ല, പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എന്ത് പറയേണ്ടത്? അല്ലാഹു അക്ബർ എന്ന് പറയേണ്ടത് എന്നുള്ളതാണ്. പിന്നെ ഇമാമാകുമ്പോ അത് ഉറക്കെ ചൊല്ലണം എന്നുള്ളതാണ്. ഇനി ഇങ്ങനെ നീട്ടി ചൊല്ലുന്നതാണ് അല്ലാഹു അക്ബർ എന്നാണ്. സുജൂദിലെ കുറച്ച് നീളമുള്ളതുകൊണ്ട് അങ്ങനെ ഒരു നീട്ടേണ്ട ആവശ്യമില്ല. ഇനി ഇപ്പൊ അത് അങ്ങനെ ഒരു വന്നു പോണോണ്ട് കുഴപ്പമൊന്നുമില്ല. റസൂൽ അങ്ങനെ ചെയ്തു വെച്ചിട്ട് എന്ത് ചെയ്യണ്ട, നീട്ടേണ്ടതാണ്. ഇപ്പൊ അങ്ങനെ വന്നോണ്ട് പ്രശ്നമില്ല. പക്ഷെ നമ്മൾ കുറെ സുജൂദിലേക്ക് കുറച്ചുകൂടി എന്തുണ്ടല്ലോ, ദൂരം ഉണ്ടല്ലോ, അതിന് അല്ലാഹു അക്ബർ അങ്ങനെ നീട്ടൊന്നും വേണ്ട. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ നമ്മുടെ അടിയിൽ പോകുമ്പോ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ മതി എന്നുള്ളതാണ് അതിലുള്ളത്. പിന്നെ പറഞ്ഞു കൈ ഉയർത്തേണ്ട ആവശ്യമില്ല. പിന്നെ ഇനി എങ്ങനെയാണ് സുജൂദാണ് അടുത്തത്? നമ്മള് ആദ്യം എന്ത് കുത്തണം എന്നതാണ് അവിടെ ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം. ആദ്യം എന്താണ് കുത്തേണ്ടത്? അതില് രണ്ട് അഭിപ്രായങ്ങളാണ് പൊതുവെ നമ്മൾ നാട്ടിൽ കാണുന്നത്. ഒന്ന് നേരെ ചെന്ന് എന്ത് കുത്തും? കൈ കുത്തും. മറ്റൊന്നുള്ളത് നേരെ ആദ്യം മുട്ടുകുത്തി പിന്നെ കൈകുത്തി ഇങ്ങനെ സുജൂദിലേക്ക് പോവുകയും ചെയ്യും. ഈ രണ്ട് അഭിപ്രായങ്ങൾ അതിലുള്ളത്. അത് രണ്ടിനും ഹദീസുകളാണ് തെളിവുള്ളത്. ഒരു ഹദീസിന്റെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വെച്ചിട്ടാണ് ആ റസൂലുള്ളാഹി അങ്ങനെ ചെയ്തു എന്നുള്ളതാണ്. അബൂ ഹുറൈറ ധരിക്കുന്ന ഹദീസിൽ കാണാം, നിങ്ങൾ ഒട്ടകം മുട്ടുകുത്തുന്ന മുട്ട് കുത്തരുത്, അതുകൊണ്ട് നിങ്ങൾ കൈവെക്കണം എന്നാണ് ആ ഹദീസിന്റെ പദം. ആ പദം വെച്ചിട്ടാണ് എന്ത് ചെയ്യല്? കൈ ആദ്യം കുത്തണം എന്ന് പറയുന്നത്. അപ്പൊ ചില പണ്ഡിതന്മാര് പറഞ്ഞത് ഒട്ടകം എങ്ങനെ കുത്തല്? ആദ്യം പിന്നെ അതിന്റെ മുമ്പിലുള്ള അവയവങ്ങളാണല്ലോ കുത്തല്. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യരുത് കാരണം നമ്മൾ ആദ്യം കുത്തണ്ടേ മുട്ടാണ് കുത്തേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ ഈ ഹദീസിൽ ചെറിയ എന്താണ് റാവിമാർ ഉദ്ധരിച്ചപ്പോ മാറിപ്പോയതാണ് എന്ന് പറഞ്ഞിട്ട് ഉലമാക്കൾ പറഞ്ഞു. അപ്പൊ ആദ്യം നമ്മൾ കുത്തേണ്ടത് മുട്ട കുത്ത പിന്നെ കൈകുത്ത. ഇനിയിപ്പോ ഒരാൾക്ക് പ്രയാസമുണ്ട്, പ്രായത്തിന്റെ പേരിൽ പ്രയാസമുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് സുജൂദിലേക്ക് എത്തിയാൽ മതി എന്നുള്ളതാണ് അതിൽ മനസ്സിലാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. പിന്നെ അതിന് തെളിവ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഹദീസുകൾ, രണ്ട് ഹദീസുകളും ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ അപ്പൊ മറ്റേ ഹദീസ് അതില് ഇങ്ങനെ പ്രശ്നം വന്നതുകൊണ്ടാണ് ഈ ഒരു കാര്യം പറയണം. അതാണ് അത്രയുമാണ് സുജൂദിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി ഒരാൾ ഇരിക്കലുണ്ടോ സുജൂദിലേക്ക് പോകുമ്പോ? സുജൂദിലേക്ക് പോയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഇവിടെ ഇരിക്കുക, ഇങ്ങോട്ട് സുജൂദിൽ പോവാ, അല്ലാഹു അക്ബർ പറഞ്ഞിട്ട് കുറച്ച് നേരം ഇരുന്നിട്ട്, അതില്ല. അല്ലാഹു അക്ബർ പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ഇരുന്ന് പോയിട്ട് ഇങ്ങോട്ട് എന്ത് ചെയ്തു? സുജൂദ്. അങ്ങനെയല്ല, ഇരിക്കൽ അതിന് മുമ്പില്ല. ഇനി എങ്ങനെ സുജൂദ് ചെയ്യണം എന്നുള്ളതാണ്. സുജൂദ് ചെയ്യേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത് നിസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റുക്നാണ്. സുജൂദ് ചെയ്യുമ്പോൾ നിസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റുക്നാണ്. അതുകൊണ്ട് തന്നെ 7 അവയവങ്ങൾ നമ്മൾ സുജൂദ് ചെയ്യുന്ന സ്ഥലത്ത് തട്ടിയിരിക്കണം, എങ്കിലേ നമ്മുടെ സുജൂദ് ഉണ്ടാവുള്ളൂ, സുജൂദ് ആവുള്ളൂ.
അൽ കഫാൻ അതെന്ന് പറഞ്ഞാൽ നമ്മുടെ രണ്ട് ഈ കൈപ്പടങ്ങൾ തട്ടിയിരിക്കണം. റുക്ബത്താൻ രണ്ട് കാൽമുട്ടുകൾ എവിടെ തട്ടണം? സുജൂദ് ചെയ്യുന്ന സ്ഥലത്ത് ആയിരിക്കണം. പിന്നെ വൽ ഖദമാൻ വൽ വജ്ഹ് നമ്മുടെ രണ്ട് കാൽപാദങ്ങളും അതേപോലെ തന്നെ നമ്മളുടെ മുഖവും. മുഖത്തിൽ എന്തും പെട്ടു? മൂക്കും പെട്ടു. അങ്ങനെ ശ്രദ്ധിക്കലില്ല ചില ആൾക്കാർ, മൂക്ക് തട്ടിക്കലില്ല തോന്നുന്നുണ്ട്. അപ്പൊ അതും നമ്മൾ സൂക്ഷിക്കണം. 7 എല്ലുകളിൽ സുജൂദ് ചെയ്യാനാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഒന്ന് ജബ്ഹത്ത്, നെറ്റി വേണം. നെറ്റി പറഞ്ഞ നമ്മള് നെറ്റി കെട്ടുമ്പോ എന്ത് വേണം? മൂക്ക്. പിന്നെ വരിജിലൈൻ കാലുകള്, അതേപോലെ തന്നെ അത്റാഫുൽ ഖദമൈൻ നമ്മുടെ കാൽപാദത്തിന്റെ അറ്റങ്ങളും, അതേപോലെ തന്നെ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കൈയിന്റെയും കാൽമുട്ടുകളൊക്കെ തന്നെ. അതാണ് അതിലുള്ളത്. ഇത് നമ്മൾ മണ്ണിൽ ഉറപ്പിച്ചിരിക്കണം എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. മണ്ണിൽ ഉറപ്പിച്ചിരിക്കണം. അത് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് പറഞ്ഞ് പൂർത്തിയാക്കിയിട്ട് പറയാം. നമ്മൾ ഈ പറഞ്ഞ അവയവത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം തട്ടിയാലും മതി. നമ്മൾ പറഞ്ഞ കാര്യങ്ങളുടെ ഏതെങ്കിലും ഒരു ഭാഗം മുട്ടാകുമ്പോൾ കാൽമുട്ടിന്റെ ആ ഭാഗം തട്ടണം എന്നുള്ളതാണ്. പിന്നെ കൈയാകുമ്പോ ആ കൈപ്പടത്തിന്റെ ഭാഗം തട്ടണം. ഇനി ഇതിലേതെങ്കിലും ഒരാൾ സുജൂദ് ചെയ്തിട്ടില്ല വിചാരിക്കുക, ഏതെങ്കിലും ഒന്ന് പോയി, അങ്ങനെ അയാളുടെ സുജൂദ് എന്തായിട്ടില്ല? ശരിയായിട്ടില്ല. അയാളുടെ സുജൂദ് ബാത്തിലായി പോകും എന്നുള്ളതാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അവൻ ചെയ്തില്ല, അതുകൊണ്ട് തന്നെ. പിന്നെ ഒരാള് കൈ ഉയർത്തി വിചാരിക്കും സുജൂദില്. സുജൂദ് ചെയ്യുമ്പോ കൈ ഉയർത്തി, കൈ നിലത്ത് വെക്കണില്ല, എന്തായില്ല? സുജൂദ് ശരിയായിട്ടില്ല. അതേപോലെ തന്നെയാണ് കാലിന്റെ നെറ്റിന്റെ വിഷയത്തിലൊക്കെ തന്നെ. മൂക്കും അങ്ങനെ തന്നെയാണ് സൂക്ഷിക്കേണ്ടത്. പിന്നെ അതിലുള്ളത് ഖദമാനി കാൽപാദങ്ങൾ. കാൽപാദങ്ങളിൽ ഉദ്ദേശിച്ച കാൽ വിരലുകളാണ് അവിടെ ഉദ്ദേശിച്ചത്. കാൽപാദങ്ങൾ മുഴുവൻ ഒരിക്കലും നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ലല്ലോ. കാൽപാദങ്ങൾ നിലത്തുറപ്പിച്ച് നമുക്കൊരിക്കലും ഈ പറയപ്പെട്ട പോലെ ചെയ്യാൻ. അപ്പൊ അത് അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? കാൽപാദങ്ങൾ എന്ന് പറഞ്ഞാല് കാലിന്റെ വിരലുകളും അതിന്റെ പള്ളഭാഗങ്ങളുമാണ് ഉദ്ദേശിച്ചത് എന്നുള്ളതാണ്. അതായത് ആ ഒരു സംഭവമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. പിന്നെ വലാ യസിഹു വദ്ഉൽ കഫൈനി ഹാല സുജൂദി അല അർറുക്ബതൈൻ. നമ്മള് കാൽമുട്ടിൽ എന്ത് വെക്കരുത്? കാൽമുട്ടിൽ കൈ വെക്കരുത് സുജൂദ് ചെയ്യുമ്പോ. അങ്ങനെ ചെയ്താൽ അവന്റെ സുജൂദ് സുജൂദായിട്ടില്ല. പിന്നെ നമ്മുടെ തല ആയിരിക്കണം ഏറ്റവും താഴെ ഉണ്ടായിരിക്കണം. നമ്മുടെ തല ആയിരിക്കണം. പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങൾ കുറച്ച് ഉയർന്നിട്ടായിരിക്കും ഉണ്ടാവുക. തല ഏറ്റവും താഴ്ന്നിട്ടാണ് ഉണ്ടാവുക നമ്മൾ ചെയ്യുമ്പോൾ. ഇനി ഒരാൾക്ക് സുജൂദ് ചെയ്യാൻ കഴിയണില്ല എന്ന് പറഞ്ഞാൽ അയാളുടെ ആരോഗ്യ പ്രശ്നമുണ്ട്, ഈ അവയവങ്ങൾ കുത്താൻ കഴിയണ്ട. അപ്പൊ കഴിയണത്ര എന്ത് ചെയ്യാം? കഴിയണത്ര ചെയ്യാന്നുള്ളതാണ്. അല്ലെങ്കിൽ പിന്നെ ആംഗ്യം കാണിക്കുക ആ ഒരവസ്ഥയിൽ ഇരുന്നുകൊണ്ടാണെങ്കിൽ അങ്ങനെ. പിന്നെ ഒരാൾക്ക് കൈ മുറിഞ്ഞു പോയി, അപ്പൊ അയാൾക്ക് എന്തില്ല? നിർബന്ധമില്ല. അതൊക്കെ അതിൽ പെട്ടതാണ്, അത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. പിന്നെ കൈമുട്ടി ഇങ്ങനെ വെച്ച് സുജൂദ്, അത് പ്രധാനമായിട്ട് പറയേണ്ട ഒരു ഭാഗമാണ്. ഇങ്ങനെ സുജൂദ് ചെയ്യരുത്. ഇങ്ങനെ ഇതില്ല. എന്താകൊണ്ട് അങ്ങനെ ചെയ്യാതെ ഇങ്ങനെ കൈമുട്ടി? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചു. ഉയർത്തി വെക്കണം. ഇനി എവിടെ വെക്കണം എന്ന് പറയാം, ഉയർത്തി വെക്കണം. നല്ല ശ്രദ്ധിച്ചു. പിന്നെ അടുത്തതുള്ളത് നമ്മളുടെ ഈ ഒരു ഭാഗം ഇത് ഇങ്ങനെ ചേർത്ത് വെച്ചു. കൈ ഉയർത്തിക്കണം, പക്ഷെ ഇങ്ങനെ ചേർത്തിട്ടാണുള്ളത്. പരമാവധി കുറച്ച് വിട്ടുപിടിക്കാണ് വേണ്ടത്. അതായത് വിട്ടുപിടിക്കണം. ഇങ്ങനെ ചേർത്ത് നമ്മൾ കൈ ഉയർത്തിക്കണം, പക്ഷെ ഇങ്ങനെ നല്ല ചേർന്നിട്ട് നമ്മുടെ ശരീരത്തിന്റെ ഈ രണ്ട് ഭാഗത്തുനിന്ന് നമ്മുടെ കൈ എന്ത് ചെയ്യാ? മാറ്റി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്യുമ്പോ ഈ ഭാഗം കുറച്ചുകൂടി തുറന്ന് കാണാന്നുള്ളതാണ്. അതാണ് അതിലുള്ളത്. പിന്നെ അടുത്തൊരു ഭാഗം നമ്മുടെ പള്ളഭാഗവും തന്നെ. പള്ളഭാഗവും ശ്രദ്ധിക്കേണ്ടത് ഈ തൊടയിലേക്ക് അടുപ്പിച്ചു വെക്കരുത്. നല്ല പള്ള ഇങ്ങനെ ആ ഒരവസ്ഥയില്ല. അവിടെ വയറ് തൊടമ തട്ടുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് എന്നർത്ഥം. ഇങ്ങനെ അതും നമ്മൾ സൂക്ഷിക്കണം. പിന്നെ അടുത്തത് ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചതാണ്. പിന്നെ സുജൂദ് ചെയ്യുമ്പോ ഇങ്ങനെ ഈ തൊടന്റെ ഈ ഭാഗവും നമ്മുടെ സാക്ക് ഒരുമിച്ച് വരാതെ നോക്കാം. അത് പൊതുവെ അങ്ങനെ ഉണ്ടാവില്ല, എന്നാലും
കാലിന്റെ ഈ കാലും തൊടയും തമ്മിൽ ചേർന്ന് ഒട്ടിക്കാതെ വിട്ടന്നെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. അത് സൂക്ഷിച്ചാൽ മതി. പിന്നെ അതിൽ പറയാനുള്ളത്, എവിടെയാണ് കൈ വെക്കുക? കൈ ഇങ്ങനെ ചേർത്താണ് വെക്കുക, ഖിബലക്ക് തിരിഞ്ഞിട്ടാണ് വെക്കുക. എവിടെ വെക്കും? നമുക്കത് ചെവിക്ക് നേരെ പിടിക്കാം, ചെവിക്ക് നേരെ വെക്കാം. അത് നമ്മളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. അത് അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ വിടർത്തി വെക്കാം. കയ്യിലെ വിരലുകൾ എന്ത് ചെയ്യാം? വിടർത്തി വെക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല എന്നുള്ളത് തന്നെയാണ്. ഇനി കൂട്ടി വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇനിയൊരു പ്രത്യേക സ്ഥലത്തേക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ കൈ ഇങ്ങനെ പ്രത്യേക സ്ഥലത്തേക്ക് ആക്കി വെക്കണം, അല്ലെങ്കിൽ അങ്ങനെ ഒന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. വെക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. പിന്നെ അവന്റെ കാൽ നഖങ്ങളുടെ, കാൽ വിരലുകളുടെ അത്രാഫ് ഉണ്ടല്ലോ, അത് പരമാവധി ഭൂമി തട്ടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കും. അത് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഖിബലയിലേക്കാകാൻ നമ്മൾ നോക്കുക. പിന്നെ അടുത്തൊരു ഭാഗമുള്ളത്, നമ്മളും നമ്മുടെ സുജൂദിനും മറടുന്ന സംഭവങ്ങൾ. അതായത് നമ്മള് നിലത്ത് തട്ടുമ്പോ അതിപ്പോ പല രൂപത്തിലുണ്ടാകും. ഒന്നുള്ളത് പിന്നെ നമ്മുടെ ശരീരത്തിനുള്ള ഭാഗമാണ്. പിന്നൊന്നുമില്ല, നമ്മൾ മുടിയൊക്കെ തട്ടിയ പിന്നെ പ്രശ്നമില്ല. തൊപ്പിയൊക്കെ ആണെങ്കിൽ നമ്മൾ നെറ്റിത്തട എവിടെ തട്ടണം? സുജൂദിന്റെ ഭാഗത്ത് തട്ടണം എന്നുള്ളത് ശ്രദ്ധിക്കുക. പിന്നെ കാർപ്പറ്റൊക്കെ ആണെങ്കിലോ കുഴപ്പമില്ല, പള്ളിയിലുള്ള കാർപ്പറ്റൊന്നും പ്രശ്നമല്ല. ഇനി വേണമെങ്കിൽ തൊപ്പി തട്ടിക്കഴിഞ്ഞ നിസ്കാരം പ്രശ്നമാവുന്നില്ല. അപ്പൊ തൊപ്പി മറയിട്ട് വന്നു, നമ്മൾ കാർപ്പറ്റ് പോലെ തന്നെ തൊപ്പി മറയിട്ട് വന്ന അവിടെ നിസ്കാരം ബാത്തിലായി പോകുന്നില്ല എന്നും പണ്ഡിതന്മാര് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ഒരു മനുഷ്യന്റെ മേലെ സുജൂദ് ചെയ്തു, അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായി വിചാരിക്കും. ഒരു മനുഷ്യന്റെ മേലെ സുജൂദ് ചെയ്യേണ്ടി വന്നു. ഒരു മനുഷ്യന്റെ ത്വാഹിറാണ്, സുശുദ്ധിയുള്ള ഒരു മനുഷ്യന്റെ മേലെ സുജൂദ് ചെയ്യേണ്ടി വന്നു, അല്ലെങ്കിൽ മൃഗത്തിന്റെ മേലെ സുജൂദ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായി വിചാരിക്കും. ഉണ്ടാവാതിരിക്കട്ടെ, അങ്ങനെ വന്നു വിചാരിച്ചാല് സുജൂദ് സ്വഹിയാവുന്നു ഉലമാക്കൾ പറഞ്ഞു. പിന്നെ നമ്മളുടെ ഈ ഖദമൈന്, നമ്മളുടെ കാൽപാദങ്ങൾ മറക്കേണ്ട ആവശ്യമുണ്ടോ സുജൂദില്? ഇല്ല, നമ്മളത് മറക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ഈ കാൽപാദങ്ങൾ എങ്ങനെ വെക്കണം എന്നുള്ളതാണ്. അത് നല്ല സൂക്ഷിച്ചോളി. കാൽപാദങ്ങൾ എങ്ങനെ വെക്കണം? ഞാൻ അങ്ങോട്ട് തിരിഞ്ഞാലേ കാണൂല്ലേ. നമ്മളത് രണ്ട് രൂപത്തിൽ വെക്കുന്നവരുണ്ട്. ഒന്നിങ്ങനെ, പിന്നെ ഇങ്ങനെ ചേർത്തി വെക്കുകയാണ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടോ? ചേർത്തി വെക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ, ആ ഒരു ഭാഗത്തിനുള്ള തെളിവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, ഫഖത്തു റസൂലുള്ളാഹ്, ഞാൻ അങ്ങനെ റസൂലുള്ളാഹിനെ തപ്പി വെക്കാണ് രാത്രി കിടക്കുന്ന നേരത്ത്. ഫഖത്തു റസൂലുള്ളാഹ് ലൈലത്തുൻ മിനൽ ഫിറാശ് ഫൽതമസ്തുഹു, ഞാൻ റസൂലുള്ളാഹിനെ അന്വേഷിച്ചപ്പോൾ ഫവഖഅതു യദി അലാ ബത്നി ഖദമൈഹി വഹുവ ഫിൽ മസ്ജിദി വഹുമാ മൻസൂബത്താൻ. റസൂൽ കാലിങ്ങനെ നീട്ടി നിസ്കരിക്കുന്ന ഒരു അവസ്ഥയിൽ കണ്ടു. അതിനെ പിടിക്കാൻ പറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? കാലും കടകൾ എന്ത് ചെയ്യണം? ചേർന്നായിരിക്കണം നിൽക്കേണ്ടത് എന്നുള്ളതാണ് ആ ഹദീസ് വെച്ചാൽ പണ്ഡിതന്മാർ പറയുന്നത്. പിന്നെ നമ്മൾ പാദങ്ങൾ വിടർത്തിയാണ് വെക്കേണ്ടത്, നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഖിബലക്ക് തിരിഞ്ഞാണ് ഉണ്ടാകേണ്ടത് എന്നും നമ്മൾ പറഞ്ഞു. പിന്നെ സുജൂദായിരിക്കും. റുക്കൂ പറഞ്ഞ പോലെ തന്നെ സുജൂദിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചതിന് ശേഷം, അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ, സുജൂദിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചതിന് ശേഷം ഫാസ്റ്റ് ആക്കരുത്. എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് സുജൂദ് ചെയ്യരുത്. ആണ് ചെയ്ത് പിന്നെ അങ്ങോട്ടനെ മോൾക്ക് പൊങ്ങണ ഒരവസ്ഥ, തട്ടി പൊങ്ങോലോ. റസൂലുള്ളാഹി പറഞ്ഞത് കോഴി കൊത്തണ പോലെ കൊത്താണ്, അങ്ങനെ പൊങ്ങ അതില്ല. അവിടെ ഒന്ന് അടങ്ങി നിന്ന് സുബ്ഹാന റബ്ബിയൽ അഅല അല്ലെങ്കിൽ റസൂലുള്ളാഹി പഠിപ്പിച്ച ഏതെങ്കിലും ദിക്ർ ചൊല്ലണം. ഏതെങ്കിലും ഒരു ദിക്ർ ചൊല്ലൽ നിർബന്ധമാകും. പിന്നെ അദ്കാർ സുജൂദ് ഒരുപാടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചത്, അതൊക്കെ നമ്മൾ ചെയ്യാം. പിന്നെ അടുത്തത് സുജൂദിൽ നിന്ന് ഉയരലാണ്. സുജൂദിൽ നിന്ന് ഉയർന്നു നമ്മൾ എന്താ പറയാ? സുജൂദിൽ നിന്ന് ഉയരുമ്പോ
എന്താ പറയാ, സുജൂദിന് ഉയരുമ്പോൾ അല്ലാഹു അക്ബർ എന്നല്ലേ പറയാ, അല്ലാഹു അക്ബർ എന്ന് പറയാം. സമീഅ അല്ലാഹു ലിമൻ ഹമിദഹു പറയാൻ പറ്റുമോ? ഇല്ല. റുക്കൂന്ന് വരുമ്പോ സുജൂദിന് വരുമ്പോ എന്ത് പറയും? അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് ഉയരണം. അതിന് ഹദീസുണ്ട്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഹദീസുകളൊക്കെ അതിന് തെളിവാണ്. പിന്നെ എപ്പോഴാണ് നമ്മൾ അല്ലാഹു അക്ബർ പറയാ? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉയരുന്ന അവസ്ഥയിലാണ് നമ്മൾ പറയാ. ഉയർന്നു കഴിഞ്ഞിട്ടോ ഉയർന്നതിനോ അല്ലാഹു അക്ബർ എന്നാണ് പറഞ്ഞു സുജൂദ്, എന്നിട്ട് എണീറ്റുന്നു, അല്ലെങ്കിൽ എണീറ്റിരുന്നു, എന്നിട്ട് എന്ത് ചെയ്യില്ല, എന്നിട്ട് അല്ലാഹു അക്ബർ പറഞ്ഞു. അങ്ങനെയൊന്നല്ല, പറയുമ്പോ ചെയ്യുമ്പോ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. അവിടെ നമ്മൾ കൈ ഉയർത്തണം, അവിടെ കൈ ഉയർത്തില്ല. അൽഹംദുലില്ലാഹ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ അവിടെ ആ സുജൂദിന്റെ ഇടയിലുള്ള ആ ഇരുത്തം, അതാണ് ഇടയിലുള്ള ഇരുത്തം. ആ ഇരുത്തത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ കുറച്ചേരം ഇരിക്കണം. എന്താ ചൊല്ലുക? റബ്ബി ഗ്ഫിർലി വർഹംനി തുടങ്ങിയ ദിക്റുകൾ ചൊല്ലും. അങ്ങനെ ആ ഉയരലും റുക്നാണ്. നമ്മൾ രണ്ട് സുജൂദുകൾക്കിടയിൽ ഉയരണം. എങ്ങനെ ഇരിക്കേണ്ടത്? നമ്മൾ സാധാ പിന്നെ ഈ ഇരുത്തത്തിൽ നമ്മൾ എങ്ങനെയാണ് നിസ്കാരത്തിൽ അധിക സന്ദർഭങ്ങളിൽ ഇരിക്കല്? നമ്മൾ ഇഫ്തിറാഷാണ് ഇരിക്കല്. ഇഫ്തിറാഷ് ഇരിക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ടാവും, ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കാല് വെക്കുക, ഇങ്ങോട്ട് വലത്തെ കാല് കുറച്ച് ഉയർത്തി അതിന്റെ ഉയർത്തി വെച്ച് നമ്മൾ ഇങ്ങനെ ഇരിക്കുകയാണ് ചെയ്യുക. ഇതാണ് ഇഫ്തിറാഷിന്റെ ഇരുത്തം. ഇഫ്തിറാഷിന്റെ ഇരുത്തം തന്നെ പരമാവധി എവിടെ ഇരിക്കുക. ഇനി വേറെ ഏത് ഇരുത്തം കൊണ്ട് ഇരുന്നാലും പ്രശ്നമൊന്നുമില്ല, ഇരുന്നാ മതി. പക്ഷെ ഇതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മൾ സംസ്കാരത്തെ അധിക സന്ദർഭങ്ങളിലും ഇങ്ങനെയാണ് ഇരിക്കാറുള്ളത് എന്നുള്ളതാണ്. അപ്പോ നമ്മള് ഇടത്തേക്കാല് ഇങ്ങനെ കുറച്ച് പരത്തി വെച്ച് അതിന്റെ മേലെ ഇടത്തിന്റെ മേലെ കാല് ഇടതിൽ ഇരുന്ന് വലത്തേക്കാല് നാട്ടി വെക്കുന്ന രൂപം, അതാണ് ഇഫ്തിറാഷിന്റെ ഇരുത്തം. അപ്പൊ നമ്മുടെ കാലിന്റെ വിരലുകളൊക്കെ വലത്തേക്കാലിന്റെ കാല് ഉണ്ടാവും, ഖിബലക്ക് നേരാവുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. പിന്നെ ഇനി വേണമെങ്കിൽ ഒരാൾക്ക് മറ്റു രൂപത്തിലുള്ള ഇരുത്തങ്ങളും ഇരിക്കാം. ഇങ്ങനെ ഇരുന്നോണ്ട് ഇപ്പൊ ഇടയിലുള്ള ഇരുത്തം ശരിയാവും. അങ്ങനെ കാണുന്നത് ഇങ്ങനെ ഇരുന്നാൽ ഇടയിലുള്ള ഇരുത്തം ശരിയാവും. ഇപ്പൊ ഇങ്ങനെ ഒരാൾ ഇരുന്നു, ഇടയിലുള്ള ഇരുത്തം എന്താവും? ശരിയാവും. ഇനി ഇങ്ങനെ ഇരുന്നു, ഇടയിലുള്ള ഇരുത്തം എന്താവും? ശരിയാവും. ഈ രണ്ട് രൂപത്തിലൊക്കെ ഈ രൂപത്തിലൊക്കെ നമുക്ക് ഇടയിൽ ഇരുത്തങ്ങൾ ഇരിക്കാം. കാരണം ഇരിക്കാന്നുള്ളതാണ് അതിലുള്ളത്. പിന്നെ റസൂലുള്ള മൻഹിയായി പറഞ്ഞ ഇരുത്തങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചില ഒരിക്കലും ഇരിക്കാൻ പാടില്ലാത്ത ഇരുത്തങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ ഇരിക്കാം, ഇങ്ങനെ ഇരിക്കാം. അതെന്തായാലും എന്തില്ല, നിസ്കാരത്തില് ഇല്ല. ബാക്കിയുള്ള സന്ദർഭങ്ങൾ ഇരിക്കരുന്നാണ്. പിന്നെ നമ്മൾ കൈവിരൽ എവിടെ വെക്കണം? നമ്മൾ കൈ എവിടെ വെക്കണം? നമ്മുടെ തൊടന്റെ ഭാഗത്ത് വെക്കുക, തൊടയിൽ വെക്കുക, തൊടന്റെ മുകളിൽ വെക്കുക. അതാണ് പൊതുവെ നമ്മൾ വെക്കല്. ഇനിയിപ്പോ കുറച്ച് പൊന്തിയതായിരുന്ന പ്രശ്നമില്ല, തൊടമ്പ കൈ വെക്കുക എന്നുള്ളതാണ് അവിടെ ഉള്ളത്. പിന്നെ അടുത്തത്, ഇത് നമ്മൾ എന്താ ചൊല്ലുക? റബ്ബി ഗ്ഫിർലി വർഹംനി തുടങ്ങിയ ദിക്റുകൾ ചൊല്ലുക, റസൂലുള്ളാഹി പഠിപ്പിച്ച പോലെ. ഇത് എത്ര ഖദർ ഇരിക്കണം, എത്ര അളവിരിക്കണം? എത്ര അളവിരിക്കണം? നമ്മൾ എത്രയാണോ സുജൂദ് ചെയ്തത് ആ ഒരു അളവ് കുറച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇരിക്കാം. ഇനി അത്ര അളവ് തന്നെ ഇരിക്കാം. പക്ഷെ പെട്ടെന്നാക്കണം. ഇരുന്നു ഒറ്റ പോക്ക് അതല്ല, ഒന്ന് ഇരുന്നിട്ടാണ് ചെയ്യേണ്ടത്. ഇനി അടുത്തത് രണ്ടാമത്തെ സുജൂദാണ്. നമ്മൾ ഒന്നാമത്തെ സുജൂദ് ചെയ്ത പോലെ തന്നെ രണ്ടാമത്തെ സുജൂദ് ചെയ്യേണ്ടത്. പിന്നെ രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കലാണ്. അപ്പൊ നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? എഴുന്നേറ്റ് നിൽക്കും. അവിടെ നമ്മള് പറഞ്ഞ പോലെ തന്നെ അല്ലാഹു അക്ബർ നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴാണ് പറയേണ്ടത്, അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പറയേണ്ടത്. ഇനി ഒന്നൊരു റാഹത്ത് എടുക്കാനുള്ള ഇരുത്തം, എന്താ പറയാ, ജിൽസത്തുൽ ഇസ്തിറാഹ എന്ന് പറയും. നമ്മൾ സുജൂദ് കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോവാണ്, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ പോവാണ്. അപ്പൊ നമുക്ക് ഒന്നിങ്ങനെ ഇരുന്നിട്ട് എഴുന്നേൽക്കാം, ജസ്റ്റ് ഒന്ന് ഇരുന്നിട്ട് എന്ത് ചെയ്യാം, എഴുന്നേൽക്കാം. അതുകൊണ്ട് പ്രശ്നമല്ല. പിന്നെ അവിടെ കൈ ഉയർത്തണോ? മോളിപ്പോട്ട് തക്ബീർ ചെല്ലുമ്പോ അതിന്റെ ആവശ്യമില്ല. രണ്ടാമത്തെ റക്അത്തിൽ എന്തില്ല, രണ്ടാമത്തെ റക്അത്തിലേക്ക് ചെല്ലുമ്പോ കൈ ഉയർത്തണം? ഇല്ല. രണ്ടാമത്തെ റക്അത്തിൽ എഴുന്നേറ്റ് മൂന്നാമത്തെ റക്അത്തിലേക്ക് പോകുമ്പോഴോ
കൈ ഉയർത്തി. അതാണ് അതിലുള്ളത്. പിന്നെ അതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നമ്മൾ എങ്ങനെയാണ് എണീക്കേണ്ടതെന്നുള്ളതാണ്. നമുക്ക് കൈയിന്റെ ഇങ്ങനെ പിടിച്ച് നിൽക്കാം. അതായത് കൈ ഇങ്ങനെ നിലത്ത് വെച്ച് എന്ത് ചെയ്യാം, അതിൽ അവലംബം തേടി നമുക്ക് എന്ത് ചെയ്യാം, നിൽക്കാം. ഇങ്ങനെ പറഞ്ഞാലും ഉണ്ട്. ഇതാണ് പൊതുവെ. രണ്ട് രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, എഴുന്നേൽക്കാവുന്നതാണ്. നമുക്ക് എഴുന്നേൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിൽ കുറെ കൂടുതൽ തക്കല്ലുഫാത്തോ അല്ലെങ്കിൽ ഒരു കാട്ടിക്കൂട്ടലൊന്നും ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യാം, എഴുന്നേൽക്കുക. ഇനിയിപ്പോ ഇങ്ങനെ പിടിച്ചോണ്ടൊന്നില്ല, പ്രശ്നമൊന്നുമില്ല. അതിന് പ്രത്യേക രൂപമല്ല എന്നാണ് പണ്ഡിതന്മാരെ നമ്മൾ പഠിപ്പിച്ചത്. പിന്നെ രണ്ടാമത്തെ റക്അത്ത് എങ്ങനെയാ, ഒന്നാമത്തെ റക്അത്ത് എങ്ങനെയാണോ അങ്ങനെ തന്നെ രണ്ടാമത്തെ റക്അത്ത് നമ്മൾ പൂർത്തിയാക്കുക. ഇനി ഒന്നാമത്തെ തശഹുദിനുള്ള ഇരുത്താണല്ലോ, അതുകൂടി കഴിഞ്ഞിട്ടോ. ഞാൻ ഇന്നൊരു 5 മിനിറ്റ് അധികം എടുക്കണം. ഒന്നാമത്തെ തശഹുദിനുള്ള ഇരുത്തം നമ്മൾ നേരത്തെ ഇഫ്തിറാഷിന്റെ ഇരുത്തം കാണിച്ചു തന്നല്ലോ. പറഞ്ഞാൽ നമ്മുടെ ഇടത്തേക്കാലൊന്ന് പരത്തി വെച്ച് വലത്തേക്കാല് ആട്ടി വെച്ചുള്ള ഇരുത്തം, അതാണ് ഒന്നാമത്തെ തശഹുദിന്റെ ഇരുത്തം. അത് നമ്മൾ അങ്ങനെ ആ രൂപത്തിൽ ഇരിക്കും. അതാണ് പണ്ഡിതന്മാർ അധികവും പറഞ്ഞിട്ടുള്ളത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 റക്അത്ത് കഴിഞ്ഞാൽ റസൂലുള്ളാഹ് തന്റെ ഇടത്തേക്കാല് അങ്ങനെ പരത്തി വെച്ച് വലത്തേക്കാല് നാട്ടി വെച്ചിരിക്കും അത്ര. അങ്ങനെ ഒരു ഹദീസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇനി കൈ എവിടെ വെക്കണം എന്നുള്ളതാണ്. തശഹുദിൽ ഇങ്ങനെ കൈ വെക്കണം, ചലിപ്പിക്കലൊക്കെ ഉണ്ടല്ലോ. നമ്മൾ തശഹുദിൽ കൈ വെക്കുമ്പോ പിന്നെ ഇടത്തെ കൈന്റെ വിഷയത്തിൽ സംശയമില്ല. നമ്മൾ അതിന്റെ മുട്ടിൽ വെക്കും, കൈമുട്ടിൽ കാൽമുട്ടില് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഇടത്തെ കൈ വെക്കും. എന്നിട്ട് അതങ്ങനെ അവിടെ പരത്തി വെക്കുകയാണ് ചെയ്യുക. അവിടെ ജസ്റ്റ് പരത്തി വെക്കും, അതിന് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഇനി വേണമെങ്കിൽ നമുക്ക് വലത്തെ കാൽമുട്ടൊന്ന് പിടിക്കാം, ഇടത്തെ കാൽമുട്ട് പിടിക്കാം. ഇടത്തെ കൈന്റെ വിഷയത്തിൽ സംശയമില്ല. ഇടത്തെ കൈയിൽ ഇപ്പൊ വലത്തെ കൈ നമ്മൾ പിടിക്കുന്ന രൂപം പറയാം. ഇടത്തെ കൈയിൽ ഇപ്പൊ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇങ്ങനെ മുട്ട് പിടിക്കാം ഒക്കെ ചെയ്യാം. അത് പല രൂപത്തിൽ കാണാം. ഫഹ്ദ് തുടമ്പ് വെക്കാം, അങ്ങനെ വെക്കാം, അങ്ങനെ ഒക്കെ ചെയ്യാം. വലത്തെ കൈയിലാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, ചൂണ്ടാറുള്ളത് അല്ലെ. അതിൽ നമ്മൾ വലത്തെ കൈ നമ്മുടെ വലത് തൊടയുടെ മുകളിൽ വെച്ചു, വലത് തൊടയുടെ മുകളിൽ വെച്ചു. അതും പണ്ഡിതന്മാരെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങനെ വെക്കണ സന്ദർഭത്തില് നമ്മളുടെ ഈ 3 വിരലുകൾ എന്ത് ചെയ്യാ, മടക്കി വെച്ച്, സോറി, ഈ 2 വിരലുകൾ മടക്കി വെച്ച്, പിന്നെ നമ്മുടെ ചൂണ്ടുവിരലല്ലാത്ത ബാക്കി 2 വിരലുകൾ അതുകൊണ്ടൊരു വട്ടം ഉണ്ടാക്കി ചൂണ്ടുവിരൽ ചൂണ്ടുന്ന ഒരു രൂപം, അതാണ് ഒന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൂണ്ടി എന്നുള്ളത് കൊണ്ട്. പിന്നെ ഇനി ചൂണ്ടാതെ ഇങ്ങനെ വട്ടം ഉണ്ടാക്കാതെ ഇങ്ങനെ പിടിച്ചിട്ട് എന്ത് ചെയ്യാ, വട്ടം ഉണ്ടാക്കിയില്ല, ഇങ്ങനെ വട്ടം ഉണ്ടാക്കിയിട്ടേക്കാം. ഉദാഹരണം നോക്കി, നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ട് ഇടത്തെ കൈന്റെ ഓക്കെ, വലത്തെ കൈ നമ്മൾ വെക്കുന്ന സന്ദർഭങ്ങളിൽ അങ്ങനെ ഒരു റൗണ്ട് ഉണ്ടാക്കി എന്നിട്ട് ചൂണ്ടി. ഇപ്പൊ റൗണ്ട് ഉണ്ടാക്കാതെ എന്ത് ചെയ്തു, ചൂണ്ടിയാലും എന്തില്ല, കുഴപ്പമില്ല. 2 രൂപം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുണ്ട്. ചൂണ്ടണം എന്നുള്ളതാണ്, ചൂണ്ടണം. പിന്നെ ചൂണ്ടൽ എങ്ങോട്ടാണ്, അത് അങ്ങനെ നമ്മളങ്ങനെ നീട്ടിപ്പിടിച്ച് അങ്ങനെ നമ്മൾ ഇബ്രാഹിം സ്വലാത്തൊക്കെ ചൊല്ലുമ്പോ അത് ചൂണ്ട, അത് അങ്ങോട്ട് നമ്മൾ നിസ്കരിക്കുന്ന സ്ഥലത്തേക്ക് അങ്ങനെ ചൂണ്ടി വെക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങോട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പ്രാർത്ഥിച്ചു എന്ന് കാണാം. ഈ ചൂണ്ടൽ അള്ളാഹുവിന്റെ വഹദാനിയത്തിനെ സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു ഏകനാണ് എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നു. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, അലി റളിയല്ലാഹു അൻഹു നബിന്റെ അടുത്തേക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഅദ് ഇബ്നു അബി വഖാസിന്റെ അടുത്ത് കൂടി നടന്നു പോകുമ്പോ റസൂൽ പറഞ്ഞു, ഈ അഹിദ് അള്ളാനെ ഏകത്വം കാണിക്കുക, ചൂണ്ടുവിരലുകൊണ്ട് കാണിക്കുക എന്ന് പറഞ്ഞതാണ്. അപ്പൊ അത് ആ ഒരു ഹദീസ് വെച്ചിട്ട് ഇത് അള്ളാഹുവിന്റെ ഏകത്വത്തിലേക്കുള്ള സൂചനയാണ് എന്ന് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. ഖിബലയിലേക്ക് ചൂണ്ട, അവിടെ നമ്മള് ചലിപ്പിക്കൂല. അതായത് നമ്മൾ ഇങ്ങനെ ഖിബലയിലേക്ക് ചൂണ്ടുമ്പോ ചലിപ്പിക്കേണ്ടതില്ല, ഖിബലയിലേക്ക് ഇങ്ങനെ ചൂണ്ടുമ്പോ ചലിപ്പിക്കേണ്ടതില്ല. ഇങ്ങനെ ഒരു രൂപമുണ്ട്.
ഇനി സാധാരണ നിൽക്കണ നമ്മൾ ചൂണ്ടി വെക്കുകയാണ്. ചൂണ്ടി വെക്കുമ്പോ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് അങ്ങനെ മുകളിലേക്കും താഴെയൊക്കെ ആയിട്ട് എന്ത് ചെയ്യാം, ചെരുപ്പിക്കല് പണ്ഡിതന്മാരെ സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. ഹദീസുകളിൽ അങ്ങനെ ഒരു ചെരുപ്പിക്കല് കാണാം. ഇനി ഒരാൾ ചെരുപ്പിച്ചില്ല എന്നുള്ളതുകൊണ്ട് അയാൾ നമസ്കാരം എന്തായിട്ടില്ല, നമസ്കാരത്തിൽ പ്രശ്നം വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കി. പിന്നെ അങ്ങനെ ഇടത്തേക്കും വലത്തേക്കും ഉള്ള ചൂണ്ടലില്ല. ഇത് അതില്ല നടത്താൻ. ഇങ്ങനെ ഇങ്ങനെ ചലിപ്പിക്കലേ ഇടത്തേക്കും വലത്തേക്കും ആയിട്ടുള്ള ഇത് ഹദീസിൽ വന്നുകൊണ്ടാണ്. എന്തിനാ നമ്മളങ്ങനെ ചെയ്യണം? റസൂലുള്ളാഹിന്ന് കിട്ടിയതൊക്കെ നമ്മൾ ആ അടിസ്ഥാനത്തിൽ ചെയ്യാന്നുള്ളതാണ്. അല്ല നമുക്ക് അതിൽ വേറെ ചില ആളുകൾക്ക് അതിനെ പരിഹസിക്കുന്നതാണ്. മസാജ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ചില ആളുകൾക്ക് പരിഹസിക്കുന്ന ഞാൻ എടുത്ത് കേട്ടു. പക്ഷെ അത് അള്ളാഹുവിന്റെ റസൂലിന് നമ്മൾ കിട്ടിയ നമ്മൾ എന്ത് ചെയ്യും, ചെയ്യും. അപ്പൊ അത് ആ അർത്ഥത്തിലാണ്. ഇനി അത് പിന്നെ സ്ഥിരപ്പെട്ടിട്ടില്ല എങ്കിൽ സ്ഥിരപ്പെട്ടിട്ടില്ലെങ്കിൽ ഓല് ചെയ്യാതിരിക്കുകയാണ് ചെയ്യേണ്ടത്, പരിഹസിക്കല്ല ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ അതാണ് അതില് നോക്കാനുള്ളത്. പിന്നെ നമ്മള് വേണമെങ്കിൽ തശഹുദിന്റെ സന്ദർഭത്തിൽ നമ്മൾ ഈ ചൂണ്ടുന്ന ചൂണ്ടുവരലിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ സുജൂദിലേക്കാണല്ലോ നോക്കിയിരുന്നത്, നമ്മൾ അങ്ങോട്ട് നോക്കാം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തുകൊണ്ട്. പിന്നെ അതില് എന്താണ് നമ്മൾ ചൊല്ലുക, തശഹുദുൽ അവ്വൽ എന്താ ചൊല്ലേണ്ടത്, തഹിയ്യാത്ത് തശഹുദ് നമ്മൾ ഇന്നലെ അതിന്റെ അർത്ഥം മുഴുവൻ അത് നമ്മൾ വിശദീകരിച്ച് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ മൂന്നാമത്തെയും നാലാമത്തെയും റക്അത്ത്, മൂന്നാമത്തെ റക്അത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് പോകുമ്പോഴാണ് പറയേണ്ടത് കൈ ഉയർത്താം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ഉയർത്തിയിരുന്നു എന്ന് കാണാം. തക്ബീറത്തുൽ ഇഹ്റാം ഉയർത്തിയ പോലെ തന്നെ മൂന്നാമത്തെ റക്അത്തിലേക്ക് പോകുമ്പോൾ, അപ്പൊ രണ്ടാമത്തെ റക്അത്തിലേക്ക് പോകുമ്പോൾ എന്തില്ല, കൈ ഉയർത്തലില്ല. മൂന്നാമത്തെ റക്അത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് കൈ ഉയർത്തി, അതിനും ഹദീസുകൾ കാണാം. ഇനി അവസാനത്തെ തശഹുദുൽ അഖീറാണ്. അതോട് കഴിഞ്ഞ നമ്മുടെ നമസ്കാരം തശഹുദുൽ അഖീറാണ്. അവിടെ പിന്നെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും റക്അത്തൊക്കെ കഴിഞ്ഞു, അല്ലെങ്കിൽ ഇനി 2 റക്അത്ത് കഴിഞ്ഞു. അതെ, എന്താ വെച്ചാല് അതില് ഉള്ള ഒരു അഭിപ്രായ വ്യത്യാസം ഉള്ളത്, അതിൽ 2 അഭിപ്രായങ്ങളെ പൊതുവെ പണ്ഡിതന്മാർ പറയുന്നത്. ഒന്ന്, നമ്മള് കൈ ഇങ്ങനെ തന്നെ വെക്കുക. അതിന് കാരണം നിസ്കാരത്തിൽ പൊതുവെയുള്ള നൃത്തം എന്നുള്ളതാണ്. റസൂലുള്ളാഹിന്റെ ഹദീസിൽ കാണാൻ കൈയിന്റെ ഒരു സ്വാഭാവിക സ്ഥാനം എങ്ങോട്ടാണോ അങ്ങോട്ട് അതിന്റെ എല്ലുകൾ മടങ്ങി. അപ്പൊ ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഇങ്ങനെ തന്നെയാണ്, സാധാ നിൽക്കുന്ന പോലെ തന്നെയാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞതാണ് ഇതാണ് അവിടെയുള്ള നൃത്തം എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അതിലൊരു അഭിപ്രായ വ്യത്യാസം വന്നത്. അതിലും തർക്കിക്കാനുള്ള ഒരു മസാലയല്ല നൃത്തം. ഇനി ഒരാൾ അങ്ങനെ മനസ്സിലാക്കിയവർക്ക് എന്ത് ചെയ്യാം, അങ്ങനെ നിൽക്കാൻ. അല്ലാഹു അഅലം. പിന്നെ നാളെ ഉസ്താദ് ഫൈസൽ അലി ഉസ്താദ് വരുമ്പോൾ വിശദമായിട്ട് എന്ത് ചെയ്യും, വിശദമായി പറഞ്ഞു. പിന്നെ തശഹുദുൽ അഖീറില് അവസാനത്തെ തശഹുദ്, അത് ചിലപ്പോ മഗ്രിബിന്റെ മൂന്നാമത്തെ റക്അത്തും തന്നെയാണ്, അവസാനത്തെ റക്അത്ത് തന്നെയാണ്. അത് നമ്മൾ വാജിബാണ്, നിർബന്ധമാണ്. അത് ഒഴിവായ നിസ്കാരമല്ല. മറ്റേ തശഹുദ് രണ്ടാമത്തെ റക്അത്തിലുള്ള തശഹുദ് നമ്മൾ ഇരിക്കാൻ മറന്നുപോയി, ഇമാം പെട്ടെന്ന് എഴുന്നേറ്റു, അല്ലെങ്കിൽ നമ്മൾ നിസ്കാരത്തിൽ എന്ത് ചെയ്തു, രണ്ടാമത്തെ റക്അത്തിലുള്ള ഇരുത്തം വിട്ടുപോയി, നമുക്ക് എന്ത് ചെയ്താൽ മതി, സഹുവിന്റെ സുജൂദ് ചെയ്താല് അത് പോയി കിട്ടും. പക്ഷെ അതിന്റെ അത് വീടി കിട്ടും. പക്ഷെ നമ്മൾ അവസാനത്തെ ഇരുത്തണ്ടല്ലോ, അത് നിർബന്ധമായിട്ടും ഇരിക്കേണ്ടതാണ് എന്നുള്ളതാണ്. പിന്നെ അതിൽ ചൊല്ലേണ്ട ദിക്റുകളൊക്കെ നമ്മൾ ചൊല്ലും വേണം. ആ തർത്തീബിൽ നമ്മൾ ചൊല്ലണം. ആദ്യം തശഹുദ്, പിന്നെ സ്വലാത്ത്, പിന്നെ പ്രാർത്ഥനകൾ, അങ്ങനെയാണ് അതിൽ ഉള്ളത്. പിന്നെ ഇബ്രാഹിമി സ്വലാത്തിന് പല രൂപങ്ങളുണ്ട്. അത് നമ്മൾ ഇന്നലെ അല്ലാഹുമ്മ സ്വല്ലി അതിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞു. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞില്ലേ. ഇനി ഇവിടെ തവറുക്കിന്റെ ഇരുത്താണ് ഇരിക്കേണ്ടതെന്നാണ്. തവറുക്കിന്റെ ഇരുത്തം എങ്ങനെ, തവറുക്കിന്റെ ഇരുത്തം നമ്മൾ ഇതാണ് ഇഫ്തിറാഷിന്റെ ഇരുത്തം. ഇങ്ങനെയായിരുന്നു ഇഫ്തിറാഷിന്റെ ഇരുത്തിരുന്നിരുന്നു. നമ്മുടെ ഇടച്ചേക്കാല് വലച്ചേക്കാലിനടിയിലൂടെ ഇട്ട് വലച്ചേക്കാല് നാട്ടിവെക്കുന്ന രൂപമാണ് എന്തിനുള്ളത്, തവറുക്കിലുള്ളത്. ഇങ്ങനെയാണ് തവറുക്കിന്റെ ഇരുത്തം. ഇതാണ് അവസാനത്തെ റക്അത്തിൽ ഇരിക്കുന്നത്. അതായത് ഇടച്ചേക്കാല് വലച്ചേക്കാലിന്റെ ഇടയിലൂടെ ഇട്ട് നമ്മൾ ഈ വലച്ചേക്കാല് നാട്ടിവെക്കുന്ന രൂപമാണ് എന്തിനുള്ളത്, അവസാനത്തെ റക്അത്തിലുള്ളത്. ചൂണ്ടലും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. പിന്നെ ഇത് നമ്മൾ എപ്പോഴാണ് തവറുക്ക് ഇരിക്കേണ്ടത്, ഒന്ന് 4 റക്അത്തും 3 റക്അത്തും ഉള്ള നിസ്കാരത്തിൽ. 2 റക്അത്തുള്ള നിസ്കാരത്തിൽ പൊതുവെ 2 റക്അത്തുകൊണ്ട് സലാം വീട്ടുന്ന നിസ്കാരങ്ങളെ നമ്മൾ എന്താ ചെയ്യാ, അവിടെ ഇഫ്തിറാഷാണ് തശഹുദിന് നല്ലതെന്നാണ്
കാരണം നബി സല്ലല്ലാഹു അതിന്റെ ആ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത്തെ റക്അത്തിൽ അങ്ങനെ ഇരിക്കുന്നതാണല്ലോ. രണ്ടാമത്തെ റക്അത്ത് 2 റക്അത്തിൽ അവസാനിക്കുന്ന നിസ്കാരമാണെങ്കിലും അത് രണ്ടാമത്തെ റക്അത്താണെന്ന് നിലക്ക് ചില പണ്ഡിതന്മാർ പറഞ്ഞു അവസാനത്തെ റക്അത്താണല്ലോ, അവസാനത്തെ റക്അത്തിൽ തവർറുക്കാണല്ലോ എന്ന നിലക്കാണ് അത് ഇരിക്കൽ. അപ്പൊ ആ 2 രൂപത്തിലും ഇരിക്കാന്നുള്ളതാണ് ഏറ്റവും നല്ല രൂപം. പിന്നെ ജിബൈൻ റഹിമഹുള്ളാഹ് പറയുന്നത് ഈ ഒരു അവസ്ഥയിൽ ഇരിക്കാം. എങ്ങനെ? തശഹുദിന്റെ ഇരുത്തം തന്നെ, ഇഫ്തിറാഷിന്റെ ഇരുത്തം തന്നെ 2 റക്അത്തുള്ള നിസ്കാരങ്ങളിൽ ഇരിക്കുക. അല്ലാഹു തആല ആലം. പിന്നെ ചില പ്രാർത്ഥനകൾ, ഇബ്രാഹിം സ്വലാത്ത് കഴിഞ്ഞാട്ടുള്ള പ്രാർത്ഥനകൾ, നമ്മൾ ഇന്നലെ കുറച്ച് പ്രാർത്ഥനകളുടെ അർത്ഥം പറഞ്ഞിരുന്നു. പിന്നെ സലാം വീട്ടുമ്പോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഇല്ല, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് വലത്തെ ഭാഗത്തേക്ക് ആദ്യവും പിന്നെ ഇടത്തെ ഭാഗത്തേക്കുമാണ് ചെയ്യേണ്ടത്. അതോടുകൂടി നമ്മുടെ നിസ്കാരം കഴിയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തു എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ബറകാതുഹു എന്നുള്ളത് ചൊല്ലിയിരുന്നില്ല. അപ്പൊ അത് ഒഴിവാക്കലാണ് നല്ലത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ സ്ഥിരപ്പെടാത്തതുകൊണ്ട്. പിന്നെ അതില് അത്രയാണ് ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് ബാക്കി നാളെ പറപ്പൂർ മൗലവി ഉസ്താദ് ചെയ്യും. അതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിശദീകരിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞ നമസ്കാരത്തിൽ പിന്നെ ഞാൻ ഒന്ന് കാണിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഇൻഷാ അല്ലാഹ് ഇത്രയും പറഞ്ഞതിന് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൈ ഉയർത്തേണ്ടത്. തോള് വരെ നമുക്ക് ഉയർത്താം. അങ്ങനെ ഉയർത്താൻ ഇപ്പൊ അതില് വേറെ തക്കല്ലുഫാത്തൊന്നുമില്ല. നൃത്തം തന്നെ ഇങ്ങനെ അധികം ഇങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ കൂട്ടി നിൽക്കലും ഇല്ല. ഒരു സാധാ നൃത്തം, നമ്മള് കാലിന്റെ അടിയിൽ ഒരു ഇവിടെ വരുന്ന രൂപത്തിലുള്ള ഒരു നൃത്തമാണ് നമ്മൾ നിൽക്കുക. ആ നൃത്തം നിൽക്കുക. കാരണം ഇങ്ങനെ കുറെ നമ്മളിങ്ങനെ നിന്നു, ആദ്യത്ത് നിന്നു. പിന്നെ ചിലപ്പോ നമ്മൾ റുക്കൂലൊക്കെ പോകുമ്പോ അപ്പൊ സൊഫിൽ എന്ത് വരും? ഇവിടെ വരും. നമ്മൾ സൊഫ് ചേർന്ന് നിൽക്കുക. അങ്ങനെ പലർക്കും ചിലപ്പോ മറ്റുള്ള ആളുകളോട് കാല് ചേർത്ത് നിൽക്കാൻ എന്താണ് ഒരു മടി. എന്താണെന്നറിയില്ല, നമ്മൾ ഏത് പള്ളി ചെന്നാലുള്ള അവസ്ഥയാണ് എന്താണ് മറ്റുള്ള ആളുകളുമായിട്ട് കാല് ചേർത്ത് നിൽക്കാനുള്ള ഒരു മടി. എന്താണെന്നറിയില്ല, ഈ നമ്മുടെ ഈ കാലിന്റെ മടമ്പ് ആ ഭാഗവും മറ്റുള്ളവരുടെ കാലിന്റെ അത് ചേർത്തൊക്കെ നമുക്ക് വലിയ പ്രയാസമൊന്നുമില്ല. നമ്മള് എല്ലാരും വിശ്വാസികളല്ലേ, എല്ലാ വിശ്വാസികളും ശുദ്ധിയുള്ളവരും മനസ്സിന് വൃത്തിയുള്ളവരൊക്കെ തന്നെയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അത് ചെറിയ കുട്ടിയാണെങ്കിലും വലിയ ആളാണെങ്കിലും യുവാവാണെങ്കിലും ഒക്കെ തന്നെ പരസ്പരം കാലുകൾ ചേർത്ത് നിൽക്കുക. അത് നമ്മൾ നഷ്ടപ്പെടുത്തിയൊരു സുന്നത്താണ്. അത് അങ്ങനെ സഫായി നമ്മൾ നിൽക്കണം. ഇത് ഒരാൾ ഇവിടെ നിൽക്കും, വേറൊരാൾ കുറച്ചൊക്കെ വിട്ട് നിൽക്കും, പിന്നെ അങ്ങനെ പോകും. അതൊരു സുഖമില്ലാത്ത ഏർപ്പാടാണ്. അതിന് ആരും ഒരു മടിയും വിചാരിക്കേണ്ട ആവശ്യമില്ല. അല്ലാഹു അക്ബർ പറഞ്ഞു, കൈകെട്ടി. പിന്നെ നമ്മൾ പറഞ്ഞു ഈ രൂപം പറഞ്ഞു ഇതില്ല എന്ന് പറഞ്ഞു, അങ്ങനല്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മള് പിന്നെ ഫാത്തിഹ ഓതി അല്ലെങ്കിൽ ഫാത്തിഹന്റെ കാര്യങ്ങൾ പറഞ്ഞു. കൈ ഉയർത്തി നമ്മൾ എന്ത് ചെയ്യുന്നു? റുക്കൂഇലേക്ക് പോകുന്നു. റുക്കൂഇൽ ഇങ്ങനെ പിടിക്കുന്നു. നമ്മളവിടെ കുറച്ചു നേരം നിന്നതിന് ശേഷം സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുന്നു. പിന്നെ ആ നൃത്തം റബ്ബനാ വലക്കൽ ഹംദ് നിന്നുകൊണ്ട് പറയുന്നു, ഹംദ് ചൊല്ലുന്നു. പിന്നെ നമ്മൾ സുജൂദിലേക്ക് 2 രൂപവും പറഞ്ഞു. മുട്ടുവെച്ച് ഇങ്ങനെ പോകുന്നവരുണ്ട്. അവിടെയും കുറച്ചു നേരം നിന്ന് നമ്മളിങ്ങനെ ഇരുന്ന് ഇങ്ങനെ നമ്മൾ കൈ ഇങ്ങനെ വെച്ചു അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഇങ്ങനെ പോയി. ഇത് പോകുമ്പോഴാണ് അല്ലാഹു അക്ബർ പറയേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞത്. പിന്നെ നമ്മൾ സൂചിപ്പിച്ച ഇരുത്താണ് 2 ഇരുത്തങ്ങൾ. ഇഫ്തിറാഷിന്റെ ഇരുത്തം 2ാമത്തെ റക്അത്തിൽ ഇങ്ങനെ ഇരിക്കുക. അവസാനത്തെ റക്അത്തിൽ തവറുക്കിന്റെ ഇരുത്തം ഇരിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്നുള്ളത്. ഇനി ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, പിന്നെ നമ്മള് ഒരു പരിമിതമായ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചത്. ഇൻഷാ അല്ലാഹ് മൗലവി ഉസ്താദൊക്കെ നാളെ വരുമ്പോ നിങ്ങൾ വിശദമായിട്ട് എന്ത് ചെയ്യാ, സംശയങ്ങളൊക്കെ എഴുതിയെടുത്ത് ചോദിക്കുക. എന്തായാലും നമ്മൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ ആർക്കും എന്തുവേണ്ട, സംശയം വേണ്ട. കാരണം റസൂലുള്ളാഹി പറഞ്ഞത് എന്താ? സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. ഞാൻ എങ്ങനെ നിസ്കരിക്കുന്ന നിങ്ങൾ കണ്ടോ, അങ്ങനെ നിസ്കരിക്കല് നിങ്ങൾ നിസ്കരിക്കണം എന്നാണ്. അപ്പൊ നമ്മള് 4 ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് നിസ്കാരത്തിന് ആത്മാവ് നമുക്ക് കിട്ടണം, റൂഹ് കിട്ടണം. എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടിനപ്പുറത്ത് നമ്മൾ ചെയ്യുന്നതിനൊരു അർത്ഥമൊക്കെ ഉണ്ടാകണം. നമ്മൾ അത്രയും നല്ല ശ്രേഷ്ഠമായ കർമ്മമാണ് ചെയ്യണത്. അള്ളാഹ്ക്ക് നമ്മളെ ഇഷ്ടപ്പെടണം. അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിക്കാനും മനസ്സിലാക്കാനും തൗഫീഖ് തരണം. എന്തെങ്കിലും അരുതാത്ത എന്തെങ്കിലും വാക്പിഴവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമ്മളോട് ഓർക്കട്ടെ. അങ്ങനെ എന്തെങ്കിലും വരാൻ സാധ്യത ഉണ്ടല്ലോ, മനുഷ്യന്മാരാണ്. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് സൂചിപ്പിക്കാനുണ്ടെങ്കിൽ എന്നോട് ഞാൻ പിന്നീട് വരണ്ട്, അപ്പൊ സൂചിപ്പിച്ചാൽ മതി. പിന്നെ ഇത്രയും കാര്യങ്ങളാണ് ഉണർത്താനുള്ളത്. അൽഹംദുലില്ലാഹ് 4 ദിവസം ഫുള്ള് കേട്ട ആളുകളുണ്ട്. നിസ്കാരത്തിന്റെ എല്ലാ ദിക്റുകളും കേട്ട്
നിസ്കാരത്തിന്റെ ഇപ്പൊ ഉള്ള ഈ അവസാനത്തെ ക്ലാസ് വരെ കേട്ട ആളുകളുണ്ട്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പണ്ഡിതന്മാർക്കിടയിലുള്ള ഇത്തരത്തിലുള്ള കർമ്മശാസ്ത്രപരമായ അഭിപ്രായ വ്യത്യാസങ്ങളിൽ നമ്മൾ എന്തുണ്ടാക്കരുത്, തർക്ക വിതർക്കങ്ങളോ അധികമായി നടത്തരുത്. നമുക്ക് കിട്ടിയ ഒരു ആലിമിന്റെ അടുത്ത് തെളിവടക്കം കിട്ടിയ സംഭവങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ കൃത്യമായി ചെയ്യുക. തർക്കങ്ങളിലേക്ക് പോകാതിരിക്കുക. എപ്പോഴും നമ്മൾ മുസ്ലിം ഉമ്മത്ത് ഒരുമിച്ച് നിൽക്കാനാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യേണ്ടത്, ആഗ്രഹിക്കേണ്ടത്. എന്നാൽ ബാക്കിയുള്ള വിദാറ്റുകളും മറ്റു കാര്യങ്ങളും ഒഴിവാക്കുക. നിസ്കാരത്തിൽ വളരെ പെട്ടെന്ന് നിസ്കരിക്കുന്നവരുണ്ടെങ്കിൽ ആ നിസ്കാരം മാറ്റുക. നിസ്കാരമായിട്ട് ആര് കൂട്ടൂല, ശറയില് അള്ളാന്റെ ദീനില് പരിഗണിക്കൂല. ഒരു വഖാറോടുകൂടി അള്ളാഹുവിന്റെ പേടിയോടുകൂടി അർത്ഥമൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കി ഖുർആനോദൊക്കെ നല്ല രൂപത്തിലാക്കി നിസ്കരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഈ സംസാരങ്ങളും നമ്മളുടെ ഈ പ്രവർത്തികളൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഒരു അമലായി നാളെ പരലോകത്ത് ഉപകരിക്കുന്ന ഒരു അമലായി നമ്മളുടെ കിതാബിൽ രേഖപ്പെടുത്തട്ടെ. هذا والله أعلم. أستغفر الله لي ولكم ولسائر المسلمين من كل ذنب فاستغفروه إنه الغفور الرحيم. وصلى الله على نبينا محمد. السلام عليكم ورحمة الله وبركاته.